നമുക്ക് കുറേ കണ്ടന്റ് വേണ്ട ശരിക്കും. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ സ്പേസ് ലിമിറ്റഡാ, ടൈം ലിമിറ്റഡാ. നമുക്ക് ഓപ്ഷൻ തരുമ്പോഴാണ് നമുക്ക് ഏറ്റവും പ്രശ്നം. കമ്പൽസറി ആയിട്ട് എഴുതുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു, പക്ഷെ ഓപ്ഷൻ കഴിയുമ്പോൾ ഏറ്റവും പ്രശ്നമാണ് അവിടെ ഇരുന്ന സമയം കളയരുത്. ഞാൻ ആ സമയത്താണ് ബേസ് മെറ്റീരിയൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്തായിരിക്കണം നിങ്ങളുടെ ശരിക്കുമുള്ള ഷോർട്ട് നോട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ആ ബേസ് മെറ്റീരിയലൊക്കെ നിങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കണം. ഏതൊരു ഓപ്ഷനിൽ എടുക്കാനുള്ള ഇതിനാണെങ്കിലും നമ്മൾ നോക്കേണ്ട കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. സോ അതിൽ നിന്ന് തുടങ്ങാം. ഏറ്റവും നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യം നമ്മുടെ ഇൻട്രസ്റ്റ് തന്നെയാണ്. നമുക്കൊരു മേക്ക് ഓർ ബ്രേക്ക് സബ്ജക്ട് എന്ന് പറയുന്ന പോലെയാണ് നമുക്ക് ശരിക്കും ഓപ്ഷണൽ മൊത്തത്തിലുള്ളത്. കാരണം നമുക്കറിയാം, ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മെയിൻസിന്റെ പാറ്റേൺ ഒക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. എത്ര പേപ്പേഴ്സ് ആണ് GS 1, 2, 3, 4 ആൻഡ് അതേപോലെ തന്നെ essay പേപ്പർ, കൂടെ 2 ഓപ്ഷണലിന്റെ 2 പേപ്പേഴ്സ് ആൻഡ് യുവർ കമ്പൽസറി പേപ്പേഴ്സ്. അതാണ് നിങ്ങൾക്ക് മെയിൻസ് എന്നുള്ള ഒരു മൊത്തം സ്റ്റേജ് കിടക്കുന്നത്. ഈച്ച് പേപ്പർ നിങ്ങൾക്കുള്ളത് 250 മാർക്സ് ആണ്. സോ മൊത്തം നിങ്ങളുടെ മാർക്ക് എമൗണ്ട് ചെയ്യുന്നത് 1750 അതിൻ്റെ ഉള്ളിൽ 500 മാർക്സ് ഹോൾഡ് ചെയ്യുന്നത് നിങ്ങളുടെ ഓപ്ഷണലിന്റെ 2 പേപ്പേഴ്സ് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഏറ്റവും കൂടുതലായിട്ട് നമുക്കിപ്പോൾ GS നോക്കിക്കഴിഞ്ഞാൽ വാട്ട് മേക്സ് ഓപ്ഷണൽ ഡിഫറെന്റ് ഫ്രം GS എന്നുള്ളത് നമുക്ക് വേണ്ട ആ ബൂസ്റ്റിനെ തരുന്ന പേപ്പറാണ് ശരിക്കും ഓപ്ഷണൽ എന്നുള്ളത്. കാരണം ഇപ്പോൾ GS പേപ്പേഴ്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം റിവാർഡിംഗ് ആയിട്ടുള്ള, ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഇയറിൽ കണക്ക് നോക്കി കഴിയുകയാണെങ്കിൽ 2 പേപ്പേഴ്സ് ആണ് ഏറ്റവും റിവാർഡിംഗ് ആയിട്ടുള്ളത്. വൺ ഇസ് GS 2, നെക്സ്റ്റ് GS 4. കാരണം അതാണ് നമുക്ക് കുറച്ചെങ്കിലും സ്പൈക്ക് തരാൻ പറ്റുന്നത്. ഇപ്പോൾ GS 4 നോക്കിക്കഴിയുകയാണെങ്കിൽ ടോപ്പ് റാങ്ക് 1-നായിരുന്നു, ടോപ്പറിന് തന്നെയായിരുന്നു ഏറ്റവും ഹയസ്റ്റ് മാർക്സ് 143. GS 2 നോക്കുവാണെങ്കിലും ഏകദേശം 130s വരെ വന്നിട്ടുണ്ട്. പക്ഷെ നേരെ മറിച്ച് നമുക്ക് ഓപ്ഷനിലെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ ഇറ്റ് ഗീവ്സ് എ ബൂസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈച്ച് പേപ്പർ ഇസ് വെരി മച്ച് കേപ്പബിൾ ഓഫ് ഗോയിങ് ബിയോണ്ട് 150. ഇപ്പോൾ ടോട്ടൽ എത്ര വരും? 300+ മാർക്ക്, 300+ വന്നില്ലെങ്കിൽ ഒരു 275 എബോവെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലപോലെ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ കൊണ്ടെത്തിക്കാനുള്ള ഒരു സ്കോറെങ്കിലും ആയിട്ടുള്ള രീതിയിലേക്ക് ഓപ്ഷണൽ വിൽ ടേക്ക് യു ദെയർ. സോ അതാണ് നമുക്ക് ഓപ്ഷനിലെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ആൻഡ് ഒരു പ്രയോറിറ്റി. അപ്പോൾ എൻ്റെ ഏറ്റവും വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷണൽ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു യുവർ എഫേർട്സ് ആണ്. നിങ്ങൾ എത്രത്തോളം എഫേർട്സ് നിങ്ങൾ ഓപ്ഷനിലോട്ട് കൊടുക്കുന്നു ആ എഫേർട്സ് ഒക്കെ നിങ്ങൾക്ക് തിരിച്ച് ഗീവ് ബാക്ക് തരുന്ന ഒരു ഒരു പേപ്പറാണ് ഓപ്ഷണൽ. സോ അതിൻ്റെ ഉള്ളിൽ വേർ ഡസ് ആന്ത്രോ സ്റ്റാൻഡ്? അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ഇപ്പോൾ ഏകദേശം 2018 ശേഷം UPSC കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്കെയിലിംഗ് മെക്കാനിസം ഉണ്ട്. നമുക്കറിയാം, ഇപ്പോൾ ഒരു എക്സാമ്പിളിന് എടുക്കാം, മാത്സ് പേപ്പർ. നിങ്ങൾ മാത്സ് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ഗീവ് ദം ദ മാർക്സ്. നേരെ മറിച്ച് ഇപ്പോൾ ഒരു ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ട്, ഇപ്പോൾ ആന്ത്രപ്പോളജി ആവട്ടെ, അല്ലെങ്കിൽ ആന്ത്രപ്പോളജി എന്ന് പറഞ്ഞാൽ ഇതിലൂടെ സയന്റിഫിക് ആണ്, നേരെ മറിച്ച് സോഷ്യോളജി അല്ലെങ്കിൽ ഹിസ്റ്ററി, ഈ കൈൻഡ് ഓഫ് പേപ്പേഴ്സിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? അബ്സല്യൂട്ട് കറക്റ്റ്നെസ് ഇല്ല. നമുക്കൊരു വേഗ്നെസ് ഉണ്ടോ, ഒരു സബ്ജക്ടിവിറ്റി ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ നമുക്ക് സ്റ്റെപ്പ് മാർക്കൊന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം വരുന്നത് കൊണ്ട് സോ മാർക്ക് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. സോ ഹൗ ക്യാൻ യു കമ്പയർ ബിറ്റ്വീൻ? നമുക്ക് മീനിനെയും കുറേങ്ങനെയും കമ്പയർ ചെയ്യാൻ പറ്റുമോ? അതേ അവസ്ഥ തന്നെയാണ് ഈ ഓപ്ഷൻ. അപ്പോൾ ഇതിനെ ഒരുമിച്ചാക്കാനായിട്ട് UPSC കൊണ്ടുവന്ന സിസ്റ്റമാണ് സ്കെയിലിംഗ് ഓഫ് പേപ്പേഴ്സ്. അതിൻ്റെ ഉള്ളിൽ അത് നമ്മുടെ കയ്യിലുള്ള ഇതല്ല. അത് ദാറ്റ് അഫക്ട്സ് അതർ ദാൻ ദാറ്റ് നമ്മൾ എത്രത്തോളം എഫേർട്സ് ഇടുന്നു അത്രത്തോളം നമുക്ക് റീഡ് ബാക്ക് ചെയ്യുന്ന പേപ്പറാണ് ഓപ്ഷനിലുള്ളത്. സോ ഇനിയും ഒരു ഓപ്ഷണൽ സബ്ജക്ട് നിങ്ങൾ എടുക്കാനായിട്ട് നോക്കേണ്ട കുറച്ച് ക്രൈറ്റീരിയാസ്. അതിൻ്റെ ഉള്ളിൽ ഏറ്റവും പ്രൈമോസ്റ്റ് വൺ ഇസ് റിഗാർഡിങ് യുവർ ഇൻട്രസ്റ്റ്. ഇപ്പം ഏകദേശം നമ്മൾ GS ഇടുന്നതിനേക്കാൾ കൂടുതലായിട്ട് എഫേർട്ട് ഇടേണ്ടതാണ് ഒരു വർഷം. ടേക്ക് ഇറ്റ് 1 attempt. നിങ്ങൾ ഒരേ ഒരു അറ്റംപ്റ്റ് എന്നുള്ള കേസിൽ എടുത്ത് തന്നെ പ്രിപ്പയർ ചെയ്യാം. അതിന് നമുക്ക് അങ്ങനെയാണുള്ള കേസ് എടുക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് ഇതിൻ്റെ ഒരു 60% ഓഫ് യുവർ ടൈം ഡിവോട്ട് ചെയ്യേണ്ട ഒരു പേപ്പറാണ്. അതോടൊപ്പം തന്നെ ഒരു ബോർഡം ഇല്ലാതെ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു പേപ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇൻട്രസ്റ്റ് ഇല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് ഇത് ക്യാരി ഓൺ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഓൺ ദി അതർ ഹാൻഡ് എന്താണ് പ്രശ്നം? GS നിങ്ങൾക്ക് കുറേയൊക്കെ മൊണോട്ടോണസ് ആവാം, കുറേയൊക്കെ റിപ്പീറ്റേറ്റീവ് ആവാം. അപ്പോൾ ഈ ബോറിംഗ് സമയങ്ങളിലൊക്കെ നിങ്ങൾ ഹോൾഡ് ബാക്ക് ചെയ്യേണ്ട സാധനമാണ് നിങ്ങളുടെ ഓപ്ഷണൽ. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് എങ്ങനെയാണ് നിങ്ങൾ ആദ്യം അറിയാം? ഇത് ഈ ഒരു ഓപ്ഷൻ തീരുമാനിക്കാണോ എടുത്തവർക്കുള്ളതല്ല. എടുത്തവർക്ക് നമുക്ക് ഇത്തിരി കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് കിടക്കാം. എടുക്കാനുള്ളവർക്ക് അപ്പോൾ നിങ്ങൾ നോക്കേണ്ട ഏറ്റവും ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാവുന്നത് സിലബസ് ഒന്ന് എടുക്കുക, വായിച്ചു നോക്കുക ഇത് ചെയ്തിട്ട്. അത് ഞാൻ ആന്ത്രോന് മാത്രമല്ല എല്ലാ ഓപ്ഷണൽസും നിങ്ങൾക്ക്. സോ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഫുൾ UPSC നോട്ടിഫിക്കേഷനിൽ സിലബസ് സെക്ഷനിൽ
നമ്മുടെ ഓപ്ഷണൽ ഇതിൻ്റെ ഉള്ളിൽ എല്ലാ ഓപ്ഷണലിൻ്റെയും സിലബസ് കൊടുത്തിട്ടുണ്ടാവും. ആ ലിസ്റ്റ് ഓഫ് ഓപ്ഷണൽസ് നിന്ന് നിങ്ങൾക്ക് മോസ്റ്റ് പ്രോബബിൾ ആയിട്ടുള്ള കുറച്ച് ഓപ്ഷണൽ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യാം. ആദ്യം ഒരു പേപ്പർ എടുക്കുക, മേ ബി ഒരു ലിമിറ്റ് ടു 4 or 5, ഏറ്റവും മാക്സിമം ഇതിലേക്ക് നിങ്ങൾ ലിമിറ്റ് ചെയ്യുക. എന്നിട്ട് ഈ 4 ഓപ്ഷണൽ സിലബസിൽ കൂടെ നിങ്ങളൊന്ന് കടന്നു പോവുക. ഓക്കെ, ഈ കടന്നു പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറേയൊക്കെ പരിചയമുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊന്ന് സിനോണിമസ് ആയിട്ട് തോന്നും, നിങ്ങളായിട്ടൊന്ന് സിങ്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും കുറേ ഏരിയാസിൽ. ഓക്കെ, അതിനുശേഷം അതിൻ്റെ PYQs കൂടെ ഒന്ന് നോക്കുക. നിങ്ങൾ ആ സിലബസ് വായിച്ചല്ലോ, അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു റിപ്പീറ്റേഷനും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളും വീണ്ടും നിങ്ങൾ ഈ PYQs കാണുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. കാരണം അല്ലാതെ നിങ്ങൾക്ക് ഒന്നും ഈ ഘട്ടത്തിൽ മനസ്സിലാവില്ല. PYQ അനലൈസ് ചെയ്യാൻ ഒന്നും പറ്റില്ല, GS-ലാണെങ്കിലും ഇതിലാണെങ്കിലും ഒന്നും പറ്റില്ല. നിങ്ങൾക്ക് എമൗണ്ട് ഓഫ് റിപ്പീറ്റേഷൻ എന്നുള്ള രീതിയിൽ മാത്രം നോക്കുക, നിങ്ങളുടെ ആ കംഫർട്ട് ആദ്യം തീരുമാനിക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യുക, ഇതേ പേപ്പറിൽ തന്നെ 2 സൈഡായിട്ട് ഇത് ചെയ്യുക, പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് ഓഫ് ഈച്ച് ഓപ്ഷണൽ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് ചെയ്തിട്ട് ഫോർ ഇൻസ്റ്റൻസ് ടേക്ക് ആന്ത്രപ്പോളജി നിങ്ങൾ ആദ്യം എടുക്കുന്നു. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ക്ലാസ്സസ്, ഇപ്പൊ പോസിറ്റീവ്സ് ക്ലാസ്സസ് അവൈലബിൾ ആണോ? സോ അതിന്റെ ഘട്ടം നമുക്ക് നെക്സ്റ്റ് ഇതിൻ്റെ ആയിട്ടുള്ള 3 ക്രൈറ്റീരിയ, ആദ്യം നമ്മൾ ഇൻട്രസ്റ്റിന്റെ കൂടെ തന്നെയുള്ള പറഞ്ഞതിന്റെ അടുത്ത ക്രൈറ്റീരിയാസ് നോക്കാം. അതാണ് നിങ്ങൾ ഈ എഴുതേണ്ട പോസിറ്റീവ്സും നെഗറ്റീവ്സും. അപ്പം രണ്ടാമത്തെ എലമെന്റ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ടത് റിസോഴ്സസ് ആണ്. ഓക്കെ, എത്രത്തോളം റിസോഴ്സസ് നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷണലിന് വേണ്ടി അവൈലബിൾ ആണ്. റിസോഴ്സസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? നിങ്ങൾക്ക് വേണ്ട സ്റ്റഡി മെറ്റീരിയൽസ്, അതോടൊപ്പം തന്നെയുള്ള മെന്റർഷിപ്പ് ഓർ ക്ലാസ്സസ്. ഈസി, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇഫ് യു ടേക്ക് ഇപ്പം എൻ്റെ മെഡിക്കൽ സയൻസ് എടുക്കുവാണെങ്കിൽ യു കാൻ ഗെറ്റ് ക്ലാസ്സസ്. എഞ്ചിനീയറിംഗ് ഓപ്ഷണൽ, കാരണം ഇതൊക്കെ ടെക്നിക്കൽ ഇതാവുമ്പം ഇതിൻ്റെ ക്ലാസ്സസ് കിട്ടുക അല്ലെങ്കിൽ ടെസ്റ്റ് സീരീസ് കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളാണ്. സോ വെൻ യു പ്ലാൻ ഓൾവേസ് ഹാവ് ദാറ്റ് ലോങ് ടേം. ഇപ്പോൾ ക്ലാസ്സസ് എന്നുള്ളൊരു കാര്യം മാത്രമല്ലാതെ ഇതിന് ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആണോ, ഇതിന് ഫീഡ്ബാക്ക് അവൈലബിൾ ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. കാരണം നിങ്ങൾ ഇനി മെയിൻസ് എഴുതുന്ന സമയത്ത്, പ്രിലിംസിനും മെയിൻസിനും ഇടയ്ക്കുള്ള സമയത്ത് നിങ്ങളുടെ ആ ജേണി കൂടെ നിങ്ങൾ കണക്കിലെടുത്തിട്ട് ഓപ്ഷനിലേക്ക് ഇത് ചെയ്യാം. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും? ദ ലെങ്ത് ഓഫ് ദ ബൾക്ക് ഓഫ് സിലബസ് ഓൾസോ മാറ്റേഴ്സ്. കാരണം ഇപ്പൊ നമ്മൾ ഒരു 3 മാസക്കാലമാണ് നമുക്ക് മാക്സിമം ഉണ്ടാവുക ബിറ്റ്വീൻ പ്രിലിംസ് ആൻഡ് മെയിൻസ്. ഇതിനുള്ള നമ്മൾ എന്ത് ചെയ്യണം? പ്രിലിംസിന്റെ പിന്നെ ഓപ്ഷണലിന്റെ ടെസ്റ്റുകൾ പഠിച്ചു തീർക്കണം, ടെസ്റ്റുകൾ എഴുതണം, റിവൈസ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ഇതിന്റെ കൂടെ ഒക്കെ എന്തുണ്ട്? നമ്മുടെ കൂടെ തന്നെ GS ആസ്പെക്റ്റും നമ്മുടെ കൂടെ തന്നെയുണ്ട്. അപ്പൊ എത്രത്തോളം കൺസൈസ് ആക്കാൻ പറ്റുമോ അങ്ങനെയുള്ള ഒരു ഓപ്ഷണൽ ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഈ ഒരു എലമെന്റ് ആണ് നിങ്ങൾ അടുത്തെടുത്ത് വയ്ക്കുക. അപ്പം അഗെയിൻ ബാക്ക് ടു റിസോഴ്സസ്, അഗെയിൻ ക്ലാസ്സസ്, മെന്റർഷിപ്പ്, ടെസ്റ്റ് സീരീസ്, സ്റ്റാൻഡേർഡ് ബുക്സ് ഓർ യുവർ ബേസ് മെറ്റീരിയൽ. ഇതായിരിക്കണം നിങ്ങൾ എടുക്കേണ്ട സെക്കൻഡ് ക്രൈറ്റീരിയ. ഈ ക്രൈറ്റീരിയ ആണ് നമ്മൾ നേരത്തെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സിൽ നോട്ട് ചെയ്ത് വെക്കേണ്ടിയിരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഒരു ഓപ്ഷനിൽ എടുത്തിട്ട് ഓക്കെ ഇതിന് പോസിറ്റീവ്സ് ആയി, ഇപ്പം മെന്റർഷിപ്പും ഇതൊക്കെ അവൈലബിൾ ആണെങ്കിൽ ദാറ്റ് ഇസ് എ പോസിറ്റീവ്. ഇത് അവൈലബിൾ അല്ല, ഇപ്പോൾ എഗെയിൻ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ടെക്നിക്കൽ ഓപ്ഷൻ അവൈലബിൾ ആണ്, റൈറ്റ് ഇസ് എ നെഗറ്റീവ്. അങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കാം. ഓക്കെ, തേർഡ്, ഇപ്പം ഇത് എക്സ്ട്രീംലി നിങ്ങൾക്ക് മറ്റേ ഓപ്ഷണൽ ചൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി പറയുന്നതാണ്. തേർഡ് ആയിട്ടുള്ളത്, സോ ഈ ഇപ്പം ഞാൻ പറഞ്ഞ ആദ്യത്തെ 2 എലമെന്റ് ആണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഇൻ യുവർ ഓപ്ഷൻ സെലക്ഷൻ. അടുത്ത 2 ഫാക്ടേഴ്സ് ഇസ് കമ്പാരിറ്റീവ്ലി ലെസ് ഇമ്പോർട്ടൻറ്റ് ബട്ട് നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഹൗ ഇസ് ദ ബൾക്ക് ഓഫ് ദ സിലബസും അതോടൊപ്പം തന്നെ ഹൗ ദാറ്റ് ഓപ്ഷണൽ ഇസ് ഡൂയിങ് ഇൻ ദ കണ്ടംപററി ടൈംസ്. ഓക്കെ, കാരണം അത് പലരും ചോദിച്ചാൽ ഇറലവൻ്റ് ആണോ, എല്ലാ ഓപ്ഷനിൽ നിന്നും സെലക്ട് ആവുന്നില്ലേ എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ വരാം. ഡെഫിനറ്റ്ലി എല്ലാ ഓപ്ഷനുകളിൽ നിന്നും സെലക്ട് ആവുന്നുണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഡിഫിക്കൽട്ട് എന്ന് മാത്രമല്ല വളരെ റെയർ ആയിട്ടുള്ള, ഇപ്പോൾ ലാംഗ്വേജസ് ഒക്കെ കുറേ റെയർ ലാംഗ്വേജസ് ഒക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ എഴുതുന്ന ചിലപ്പോൾ 10 പേര് എഴുതുന്നുണ്ടാവുള്ളൂ, അതിൻ്റെ ഉള്ള ഒരാൾ ക്വാളിഫൈ ആവും. അപ്പോൾ അതിൻ്റെ സക്സസ് റേറ്റ് എന്തായി? 10% ആയി. അവിടെയാണ് നിങ്ങൾ ഈ സക്സസ് പെർസെൻറ്റേജിനെ വെച്ച് നിങ്ങൾ ഇതാക്കരുത് എന്ന് പറയുന്നതിന്റെ കാരണം. അല്ലാതെ എന്നുള്ള ഹോളിസ്റ്റിക് പിക്ചർ എടുക്കുക, എന്നിട്ട് നിങ്ങൾ അതിൻ്റെ ഉള്ളിലെ സക്സസ് പെർസെൻറ്റേജ് നോക്കുക. ആൻഡ് ഇൻ റിലേറ്റീവ് റീസെന്റ് ടൈംസ് ഹൗ ദാറ്റ് ഓപ്ഷണൽ ഇസ് സ്കോറിംഗ്. ആ കാര്യമാണ് നിങ്ങൾ അടുത്ത് നോക്കേണ്ടത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ 300 വരുന്നുണ്ടോ, അല്ലെങ്കിൽ ടോപ്പേഴ്സ് റേഞ്ചിൽ വരുന്നുണ്ടോ, ഈ ഓപ്ഷണൽ കാരണം കുറേ പേർക്ക് പോകുന്നുണ്ടോ? ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സ്കെയിലിംഗ് കൺസിസ്റ്റന്റ്ലി ഇപ്പൊ ഡൗണിലാണോ കിടക്കുന്നത്? അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ വേറെ കുറെ ഓപ്ഷൻസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, കേരളത്തിൽ നിന്ന് സ്കോർ ചെയ്യാത്ത ഓപ്ഷൻസ് ഉണ്ട്.
ഇറ്റ് ഹാപ്പൻസ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ അങ്ങനെയുള്ള ഓപ്ഷനിലാണോ, പുറത്തുനിന്ന് മാത്രം സ്കോർ വരുന്നതാണോ, അത് പൊതുവെ ഓപ്ഷനിൽ ഒന്നും തന്നെ സ്കോർ വരാത്തതാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് നിങ്ങൾ സെർച്ച് ചെയ്യുക, നിങ്ങളിലേക്ക് നോക്കുക as your third criteria. And third, and ഇത് ഞാൻ ഫോർത്ത് പറയാം, തേർഡ് ബെറ്റർ ഇസ് ദാറ്റ് ഹൗ സിങ്ക് യുവർ ഓപ്ഷണൽ പേപ്പർ ഇസ് വിത്ത് അതർ പേപ്പേഴ്സ്. കാരണം ഇപ്പൊ നിങ്ങളുടെ ഈ ഒരു പേപ്പർ ബാക്കി GS1, GS2, 3, 4 ഓർ യുവർ essay, ഈ പേപ്പേഴ്സിലൊക്കെ എത്രത്തോളം നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള ക്രൈറ്റീരിയ കൂടെ നിങ്ങൾ എടുക്കുക. സോ ദീസ് ആർ ദ 4 criteria that you can take to take your optional. ഓക്കെ, ഇനി നെക്സ്റ്റ് വൈ ആന്ത്രപ്പോളജി എന്നുള്ള കാര്യമാണ്. സോ ഞാൻ ഈ പറഞ്ഞ എല്ലാ ആസ്പെക്റ്റും ഇസ് ഓൺ എ വെരി പോസിറ്റീവ് നോട്ട് ഫോർ ആന്ത്രപ്പോളജി. ഇപ്പം എൻ്റെ കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. സോ എനിക്ക് എൻ്റെ കുറേ പ്രിപ്പറേഷൻ ലൈക്ക് ഞാൻ സെൽഫായിട്ട് ചെയ്തിരുന്ന ഇതിലാണ്. കാരണം ആദ്യം എനിക്ക് ഓൾറെഡി ഭയങ്കര ടൈം ലെസ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് വളരെ കൺസൈസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് പഠിക്കേണ്ടിയിരുന്നു. സോ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ആണ് ഞാൻ ഇത് ചെയ്ത് വന്നതും ഐ സക്സീഡ് ഇൻ ആന്ത്രപ്പോളജി. അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുമ്പം സിലബസ് തൊട്ട് തുടങ്ങാം. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വൺ ഓഫ് ദ മോസ്റ്റ് കൺസൈസ് സിലബസ് ഉള്ള ഒരു ഓപ്ഷനാണ് ആന്ത്രപ്പോളജി, വിച്ച് ഇസ് വെരി മച്ച് ഈസി ഫോർ യു ടു കവർ ബിറ്റ്വീൻ യുവർ പ്രിലിംസ് ആൻഡ് മെയിൻസ്. ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കവർ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് പഠിക്കല്ല കേട്ടോ, റിവൈസ് ചെയ്യാം. ഓക്കെ, റിവൈസ് വിത്ത് ബിറ്റ് മോർ ഡീപ്. കാരണം എസ്പെഷ്യലി ഫസ്റ്റ് അറ്റംപ്റ്റ് ആകുമ്പോൾ വി ഡെഫിനറ്റ്ലി ഹാവ് ഷോർട്ടേജ് ഓഫ് ടൈം. ഇപ്പം ഞാൻ ഇത് ജൂലൈ അല്ലേ, ഓഗസ്റ്റ് ആയിട്ടില്ലല്ലോ, ജൂലൈ അല്ലേ, ഞാൻ ജൂലൈയിലാണ് ഞാൻ പ്രിപ്പറേഷൻ തുടങ്ങുന്നത്. ജൂലൈ ആൻഡ് ഓഗസ്റ്റിലാണ് ഞാൻ പ്രിപ്പറേഷൻ തുടങ്ങുന്നത്. അപ്പോൾ നമ്മളൊരു ഇപ്പോൾ പ്രിപ്പറേഷൻ തുടങ്ങുന്ന നിങ്ങൾക്കാണെങ്കിലും ഒരു UPSC സിംഗിലോട്ട് വരാൻ തന്നെ മിനിമം ഒരു 2 to 3 months എടുക്കും. നമ്മൾ ഈ പറയുന്ന പോലെ സ്വിച്ച് ഇട്ട പോലെ നമുക്ക് മാറാൻ പറ്റില്ല. ഇറ്റ് ടേക്സ് ടൈം. ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ GS തന്നെ മനസ്സിലാക്കാൻ ഇപ്പോൾ ഒരു ന്യൂസ് പേപ്പർ നിങ്ങൾ വായിച്ച് മര്യാദയ്ക്ക് ന്യൂസ് പേപ്പർ വായിക്കാൻ തന്നെ ഇറ്റ് ടേക്സ് ഓൾമോസ്റ്റ് 3 months. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഓപ്ഷണൽ എല്ലാം കൂടി ഒരുമിച്ച് ഒരു അവിയൽ പരുവത്തിൽ വരുമ്പം ഇറ്റ് ഇസ് റിയലി ഡിഫിക്കൽട്ട്. നമുക്ക് അങ്ങനെ ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ ഡെഫിനറ്റ്ലി നമ്മുടെ കുറേ പ്രിപ്പറേഷൻ പ്രിലിംസിനും മെയിൻസിലും ഇടയ്ക്ക് നീളും. നമുക്ക് നോട്ട് ഉണ്ടാക്കാം, ഇത് ചെയ്യാം, പക്ഷെ എന്നാലും എത്രയൊക്കെ ആരൊക്കെ പറഞ്ഞാലും ഇറ്റ് ഡെഫിനറ്റ്ലി ആ സമയത്തേക്കാവും. പക്ഷേ അത് ആ സമയത്ത് നമുക്ക് എത്രത്തോളം ബാക്കിയുണ്ടോ അത് ആ സമയത്ത് നമുക്ക് മാനേജ് ചെയ്യാം എന്നുള്ളതാണ് ആന്ത്രപ്പോളജിയുടെ ഒരു അഡ്വാൻറ്റേജ്. പിന്നെയുള്ളത് ഇതിൻ്റെ ഇപ്പോൾ ഞാൻ ആദ്യം പോസിറ്റീവ്സ് പറയണോ നെഗറ്റീവ്സ് പറയണോ, നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ ആദ്യം തളർത്തണോ മോട്ടിവേറ്റ് ചെയ്യണോ? നെഗറ്റീവ്സ് ആണോ പറയണ്ടേ? ഓക്കെ, നെഗറ്റീവ്സ് സാറിന് എഴുതിയിട്ട് തന്നെയും പറയണല്ലേ. ഓപ്ഷണൽ ശരിക്കും നല്ലപോലെ ഫാക്ച്വൽ ഓപ്ഷനിലാണ്, വെരി ഹൈ എൻഡ് ഫാക്ച്വൽ ആണ്. നിങ്ങൾ ഫാക്ട് പഠിക്കാൻ താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ യു വിൽ ഹാവ് ടു റീതിങ്ക്. കാരണം നിങ്ങൾ ഇഷ്ടം പോലെ തിങ്കേഴ്സിനെ കോട്ട് ചെയ്യണം, ഇഷ്ടം പോലെ കേസ് സ്റ്റഡീസ് ഇത് ചെയ്യണം, അത്യാവശ്യം നന്നായിട്ടുള്ള കണ്ടംപററി എക്സാമ്പിൾസ് ഒക്കെ കൊണ്ടുവരണം. എന്നാൽ മാത്രമാണ് മാർക്ക് കയറുള്ളൂ. രണ്ടാമത്തെ കാര്യം, പടം വരയ്ക്കാൻ പ്രശ്നമുള്ളവരാണെങ്കിൽ നിങ്ങൾക്കും കുറച്ച് പ്രശ്നമാണ്. കാരണം ഈ പടം അത്യാവശ്യം നല്ലപോലെ വരയ്ക്കണം. ബിക്കോസ് യു ഹാവ് എ ബ്രാഞ്ച് കോൾഡ് ഫിസിക്കൽ ആന്ത്രപ്പോളജി. അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം എങ്ങനെ ഹ്യൂമൻസ് ഇവോൾവ് ചെയ്തു, നമ്മൾ ഹ്യൂമൻസും നമ്മുടെ മങ്കി ലൈക്ക് ദി ഏപ്പ് ആൻസസ്ട്രി ഇവരായിട്ടുള്ള കമ്പാരിസൺസ്, എങ്ങനെ നമ്മുടെ സ്കെൽറ്റൻസ് ഇവോൾവ് ചെയ്തു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് വരയ്ക്കണം. ആർക്കിയോളജി പഠിക്കാൻ, എസ്പെഷ്യലി ഹിസ്റ്ററി പഠിക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ അതിലും നിങ്ങൾ പേടിക്കണം. കാരണം ആർക്കിയോളജിക്കൽ ആന്ത്രപ്പോളജി എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ട്, വളരെ വളരെ ഡ്രൈ ആണ്. കാണാപ്പാടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാപ്പാടം പഠിച്ചാൽ പോലും മറന്നു പോകുന്ന സാധനമാണ്. പക്ഷേ ഇതിൻ്റെ ഒക്കെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത്രയേ ഉള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഇത്. കാരണം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പറഞ്ഞ ഈ 2 ടോപ്പിക്സ് തന്നെയാണ് ആന്ത്രപ്പോളജിയിലുള്ള ബിഗ്ഗസ്റ്റ് റിവാർഡിങ് ഏരിയാസ്. നിങ്ങൾ ഇത് ചെയ്ത് ഇത് നിങ്ങൾക്ക് ഇങ്ങനെയാണെങ്കിൽ ഈ എക്സാം എഴുതുന്ന എല്ലാവരുടെയും അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. സോ നിങ്ങൾ തമ്മിൽ ഭേദപ്പെട്ടാൽ തന്നെ യു വിൽ സ്കോർ റിയലി ഹൈ എന്നുള്ളതാണ് ഈ പേപ്പറിൻ്റെ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ്. നിങ്ങൾ ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ മാത്രം നിങ്ങൾ കുറച്ച് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ, നിങ്ങൾ കുറച്ച് മാപ്പ് വരച്ച് ലൊക്കേഷൻ പഠിച്ച് അതിന് കുറച്ച് കോഡും അതേപോലെ തന്നെ കുറച്ച് ഏൻഷ്യൻ ടൂൾസ്, പിന്നെ ഞാൻ പറഞ്ഞ ഈ സ്കെൽറ്റൻ ഡയഗ്രാം ഒന്നും ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ വരയ്ക്കാവുന്ന സാധനങ്ങളാണ് എന്നുള്ളതാണ് അതിൻ്റെ ആ ഡയഗ്രാംസിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ്. പിന്നെ ഒരേ ഡയഗ്രാംസ് നിങ്ങൾ കാണാൻ പറ്റിയ ഒരു എല്ലാത്തിനും കൂടെ ചേർത്ത് സ്കെൽറ്റൻ്റെ ഇതിലൊക്കെ ആണെങ്കിൽ ഒരു 10 ഡയഗ്രാം, ചെറിയ ചെറിയ ഡയഗ്രാംസ്
പഠിച്ചു വെച്ചാൽ അതേ സാധനം തന്നെയാണ് നിങ്ങൾ മാറ്റി മറിച്ച് വയ്ക്കുന്നുണ്ടാവുക. സോ അതാണ് അതിൻ്റെ അടുത്ത് വേറെ അഡ്വാൻറ്റേജ്. പിന്നെ ആന്ത്രപ്പോളജിയുടെ ഡിസഡ്വാൻറ്റേജ് അത്യാവശ്യം കഴിഞ്ഞു കേട്ടോ. ഇതാണ് അതിൻ്റെ ഉള്ള ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജസ്. ഇനിയും ഉള്ളതെല്ലാം അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. പിന്നെ ആന്ത്രപ്പോളജി ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്ന എന്ത് സാധനവും ആന്ത്രപ്പോളജിയാണ്. നിങ്ങൾ ഡെയിലി കാണുന്ന എന്താണെങ്കിലും ഇപ്പോൾ ചാപ്റ്റർ 12 നിങ്ങൾക്ക് വരുന്നുണ്ട് ആപ്ലിക്കേഷൻസ് ഓഫ് ആന്ത്രപ്പോളജി എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ കാണുന്ന എന്ത്, ഇപ്പോൾ നിങ്ങളുടെ ക്ലോത്തിങ് ബ്രാൻഡ് ഇപ്പോൾ അഡിഡാസിന്റെ അവർ എഴുതിയിരുന്നതോ അല്ലെങ്കിൽ എന്താണിട്ടുള്ളതോ, ഇപ്പം ഈ ഒരു ബോർഡ് നിങ്ങൾക്ക് കാണാനായിട്ടുള്ള ഇതിന് വേണ്ടിയാണ്. സോ നിങ്ങൾക്ക് അവിടെ നിന്നിരുന്നാൽ ഈ ബോർഡ് കാണാം എന്നുള്ളത് ഇറ്റ്സ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് ആന്ത്രപ്പോളജി, ഇറ്റ്സ് ആൻ ആക്ഷൻ ആന്ത്രപ്പോളജി. നിങ്ങളിപ്പോൾ ആന്ത്രപ്പോളജി പഠിക്കാൻ തീരുമാനിച്ചത് ഹ്യൂമൻസിനെ കുറിച്ച് പഠിക്കാൻ താല്പര്യപ്പെട്ടതും ദാറ്റ് ഇസ് ഓൾസോ ആൻ ആന്ത്രപ്പോളജി. സോ അങ്ങനെയുള്ള നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കോട്ട് ചെയ്യാം. ആ കോട്ട് ചെയ്യാൻ നിങ്ങൾക്ക് അതിനെ റിലേറ്റ് ചെയ്യാനായിട്ടുള്ള നിങ്ങളുടെ ഒരു സ്കിൽ, അതാണ് വാട്ട് യു റിക്വയർ ഇൻ ആന്ത്രപ്പോളജി. ഓക്കെ, പിന്നെ നമ്മൾ പിന്നെ വരുമ്പം റിസോഴ്സസ് ഇറ്റ്സ് വെരി ഈസി. നിങ്ങൾക്ക് അബണ്ടന്റ് ഓഫ് റിസോഴ്സസ് ആണ്. സോ അതിൽ നിങ്ങൾ പെട്ടുപോകരുത്. ഡോണ്ട് ഗോ വിത്ത് ഓവർ ഫ്ലഡിങ് ഓഫ് റിസോഴ്സസ്. ലിമിറ്റ് ചെയ്യുക. അത് വെച്ചിട്ട് നിങ്ങൾ ക്ലാസ്സിൽ പറയുന്നതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാത്രം ചെയ്യുക. ഓക്കെ, ടെസ്റ്റ് സീരീസ് ഇസ് വെരി വൈഡ്ലി ഈസിലി ആക്സസിബിൾ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് തീം റെപ്പിറ്റേഷൻ. പണ്ട് നമുക്ക് ഉണ്ടായിരുന്നത് PYQs നിങ്ങൾ അത്യാവശ്യം നോക്കി, അതാണ് പണ്ടത്തെ ഒരു ആന്ത്രപ്പോളജിയിലേക്ക്. ഓക്കെ, ഞാൻ ഒരു നെഗറ്റീവ് കൂടെ പറയാം. ആന്ത്രപ്പോളജി ഇസ് എ മോസ്റ്റ് റിട്ടൺ ഓപ്ഷണൽ. ഓക്കെ, ആന്ത്രപ്പോളജിയിലാണ് മാക്സിമം കോമ്പറ്റീഷൻ ഉള്ളത്. സോ ആന്ത്രപ്പോളജിക്ക് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ആൻസർ ചെയ്താൽ, നിങ്ങൾക്ക് GS1 സൊസൈറ്റി ആൻഡ് GS2 സോഷ്യൽ ജസ്റ്റിസിലെ പോലെ ആൻസർ ചെയ്താൻ പറ്റും ഏതൊരു ക്വസ്റ്റിനും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പിടിച്ച് ആവറേജ് മാർക്കിലോട്ട് ഇട്ട് കളയും. ബട്ട് വാട്ട് മേക്സ് യുവർ ആൻസർ ആസ് ആന്ത്രപ്പോളജിക്കൽ ആൻസർ ഇസ്, ഞാൻ നേരത്തെ പറഞ്ഞ തിങ്കേഴ്സ്, their theories, their books, so all the factual things. സോ അതിനെ കോട്ട് ചെയ്യുന്നതാണ് നിങ്ങളുടെ ആൻസറിനെ ആന്ത്രപ്പോളജിക്കൽ ആൻസർ ആക്കി മാറ്റുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഫാക്ച്വൽ തിങ്സ് റിയലി മാറ്റേഴ്സ്. ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എസ് ആയാലും എത്തിക്സ് ആയാലും ഒക്കെ റിയലി അവർ വ്യൂസ് മാറ്റർ. പക്ഷെ ഇവിടെ വെച്ച് നമ്മുടെ വ്യൂസ് എഴുതി വെച്ച് കഴിഞ്ഞാൽ പോയി പണി നോക്കാൻ പറയും. ദേ വാണ്ട് ദ റിയൽ ആന്ത്രപ്പോളജിസ്റ്റ് വ്യൂ. അതുകൊണ്ടാണ് അത് മാക്സിമം കോട്ട് ചെയ്യുക. പിന്നെ അതിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ആന്ത്രപ്പോളജിനെ എടുത്താലും അത് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഏരിയാസിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓരോ തിങ്കേഴ്സിനെയും എടുത്തു കഴിഞ്ഞാൽ അവർ പല പല വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഏരിയയിലേക്കൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ ദാറ്റ് ഇസ് അഗെയിൻ അദർ അഡ്വാൻറ്റേജ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആന്ത്രപ്പോളജി കാര്യങ്ങളെ GS1 കൊണ്ടുവരാം. എവിടെ? സൊസൈറ്റി കൊണ്ടുവരാം. നിങ്ങൾ സൊസൈറ്റിയിൽ വേറെ എവിടെയും ഇപ്പോൾ സൊസൈറ്റി ഈസ് ഗെറ്റിംഗ് മച്ച് മോർ കോംപ്ലെക്സ്. കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള സോഷ്യോളജിക്കൽ ടേംസ് ഒക്കെ കൊണ്ടുവരണം. ആ ആസ്പെക്ട് ഈസിലി ഗെറ്റ്സ് ഡെൽറ്റ് വിത്ത് യുവർ സോഷ്യോ കൾച്ചറൽ ആന്ത്രപ്പോളജി. നിങ്ങൾക്ക് ഈസി ആയിട്ട് സൊസൈറ്റി ഹാൻഡിൽ ചെയ്യാം. സെക്കൻഡ് ഇസ് സൊസൈറ്റി, സോഷ്യൽ ജസ്റ്റിസ് ഇൻ GS2. അതിൻ്റെ ഉള്ളിലും ട്രൈബൽ ആസ്പെക്ട് കംസ്. യു ക്യാൻ ഈസിലി കോട്ട് ഇൻ ഫ്രം ഹിയർ. GS3 സ്പെസിഫിക് ഇതായിട്ടല്ലെങ്കിലും യു ക്യാൻ ബ്രിങ് ഇൻ സം എക്സാമ്പിൾസ്. GS4 എത്തിക്സിൽ ഈസി ആയിട്ട് കുറേ എക്സാമ്പിൾസ് കൊണ്ടുവരാൻ സാധിക്കും. അഗെയിൻ ബാക്ക് ഇൻ essay യു ക്യാൻ കോട്ട് മെനി ഓഫ് ദി എക്സാമ്പിൾസ് എസ്പെഷ്യലി ഫ്രം പേപ്പർ 2 ട്രൈബൽ ആന്ത്രപ്പോളജി. അതേപോലെ ഇന്ത്യൻ സോഷ്യോ കൾച്ചറൽ ആന്ത്രപ്പോളജിയിൽ നിന്ന് കുറേ എക്സാമ്പിൾസ് കൊണ്ടുവരാൻ പറ്റും. സോ ദാറ്റ് ഇസ് ദ റിലവൻസ് ഓഫ് ആന്ത്രപ്പോളജി ഇൻ അതർ പേപ്പേഴ്സ്. പിന്നെ എത്രത്തോളം സമയം ആന്ത്രപ്പോളജിയുടെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ ഈസിലി കംപ്ലീറ്റ് ദ സിലബസ്. കുറേ ആൾക്കാർ കേൾക്കുന്നുണ്ടാവും കുറേ സിലബസ് നിങ്ങൾക്ക് സിലബസ് ഒരിക്കലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം. പക്ഷേ ആന്ത്രപ്പോളജിയുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യാം. അത് ചെയ്ത് നിങ്ങൾ വരുത്തുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു നോട്ടുകൂടെ ആയിരിക്കും. വൺസ് യുവർ നോട്ട് ഇസ് സെറ്റ്, ആന്ത്രപ്പോളജി അവിടെ വെച്ച് ഏകദേശം അത്യാവശ്യം കഴിയും. പിന്നെ നിങ്ങളുടെ GS നടത്തുന്ന പ്രിപ്പറേഷനിൽ തന്നെ ആന്ത്രപ്പോളജി കൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കും. കാരണം ഇപ്പം കീലടി എക്സ്പെഡീഷൻ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഇപ്പോൾ ഒരു നിയോലിത്തിക് സൈറ്റ് കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു പുതിയ ടൈപ്പ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഒരു ജീനോമിക് മെത്തേഡ് എന്തെങ്കിലും ബയോടെക്നോളജി എന്തെങ്കിലും കണ്ടു. സോ ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ ആന്ത്രപ്പോളജിയിലേക്ക് ലാസ്റ്റ് ആൻസേഴ്സിന്റെ ലാസ്റ്റിലോട്ട് കണ്ടംപററി റിലവൻസ് എന്ന് പറഞ്ഞ് കൊണ്ടുവരിക. അല്ലാതെ അതിന് മുമ്പ് ചെയ്യുന്ന മൊത്ത കാര്യങ്ങളാണ് നിങ്ങൾ ഓൾറെഡി സെറ്റ് ആയിട്ടുള്ള നോട്ടിൽ തന്നെ. സോ ഇറ്റ് ഈസസ് യുവർ വർക്ക്. സോ ഇതാണ് മൊത്തത്തിൽ ആന്ത്രപ്പോളജിയെ കുറിച്ച് ഒരു നട്ഷൽ ഞാൻ പറയുന്ന ഒരു പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് എന്നുള്ളൊരു ആസ്പെക്ട്. ഐ ഹോപ്പ് ഓൺലൈനിലും ഇതൊക്കെയാണെന്ന് തോന്നുന്നു. നിങ്ങൾക്കല്ലാതെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആന്ത്രപ്പോളജിയെ കുറിച്ച് അറിയേണ്ടതുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ വെച്ച് പോവാം. സ്പെസിഫൈ ദ റിസോഴ്സസ്. ഓക്കെ, റിസോഴ്സസ് എന്നുള്ളത്
ഓരോ ഇതിൻ്റെയും ഇപ്പം ഞാൻ പറയുന്ന ഏറ്റവും ഇപ്പം നിങ്ങൾ ഫസ്റ്റ് അറ്റംപ്റ്റൂടെ ആണെങ്കിൽ നിങ്ങളൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒരു റിസോഴ്സിനും പോവണ്ട എന്നുള്ളതാണ് ഞാൻ ഏറ്റവും കൂടുതലായിട്ട് പറയാം. കാരണം ആന്ത്രപ്പോളജിയുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വൈഡ് സ്പ്രെഡ് ആണ്. നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ ബുക്കിൽ നിന്ന് മാത്രം പഠിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ചിലപ്പോൾ ഒരു വലിയൊരു ബുക്കിൽ നിന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ 2-3 പേജ് മാത്രം പഠിച്ചാൽ മതിയാവും. പക്ഷെ അതിന് വേണ്ടി നിങ്ങൾക്ക് പക്ഷെ അത് റെഫർ ചെയ്ത് എടുക്കുക എന്നുള്ളത് ഒരു ഹിമാലയൻ ടാസ്ക് ആണ്, എസ്പെഷ്യലി വിത്ത് യുവർ ഫസ്റ്റ് അറ്റംപ്റ്റ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതാണെങ്കിൽ ബെസ്റ്റ് തിങ് നിങ്ങളുടെ ക്ലാസ്സിലെ നോട്ട്സ് മാത്രം നിങ്ങൾ റെഫർ ചെയ്യുക എന്നുള്ളതാണ്. അതല്ല ഏതെങ്കിലും പെർട്ടിക്കുലർ ആയിട്ട് സെൽഫ് പ്രിപ്പറേഷൻ ആയിട്ട് നോക്കാനാണെങ്കിൽ ഐ ക്യാൻ സജസ്റ്റ് ഇപ്പം ഏതെങ്കിലും ഒരു മെറ്റീരിയൽ നിങ്ങൾ ബേസ് മെറ്റീരിയൽ ആയിട്ട് വെക്കുക. ഇപ്പം മേ ബി വിവേക് ബസ്മേ ഓർ അക്ഷത് ജെയിൻ്റെ ഒരു ബുക്കും ഉണ്ട്, സോ അത് വേണമെങ്കിൽ വെക്കാം. ബട്ട് ദിസ് ഇസ് നോട്ട് ഹോളിസ്റ്റിക്, അതാണ് ഞാനും പറയുന്നത്. ദിസ് നോട്ട് ഹോളിസ്റ്റിക്. അല്ലാതെയുള്ള സ്റ്റാൻഡേർഡ് ബുക്സ് എന്നുള്ളത് ഇപ്പോൾ ഫിസിക്കലിനാണെങ്കിൽ പീനാദ് റെഫർ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഇന്ത്യൻ ആൻഡ് ട്രൈബൽ ആന്ത്രപ്പോളജിക്ക് നദീം നസ്നീൻ നല്ലൊരു ബുക്കാണ്. ആർക്കിയോളജിക്കൽ ആന്ത്രപ്പോളജിക്ക് DK ഭട്ടാചാര്യ സാറിന്റെ ലെക്ചേഴ്സ് അവൈലബിൾ ആണ് യൂട്യൂബിൽ. സോ ഇതൊക്കെ നിങ്ങൾക്ക് കുറച്ച് വാല്യൂ അഡീഷൻ ആയിട്ട് യൂസ് ചെയ്യാവുന്ന മെറ്റീരിയൽസ് ആണ് ഇത്. പക്ഷേ ഇതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനൊക്കെ ചെയ്യാനായിട്ടുള്ള സമയം ഉണ്ടാവില്ല ഫസ്റ്റ് അറ്റംപ്റ്റ്. സോ അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന വേറൊരു കാര്യം കൂടെയാണ്, നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ടെസ്റ്റ് ഒക്കെ എഴുതുന്നതിന് ജസ്റ്റ് മുമ്പായിട്ട് ടോപ്പർ ആൻസേഴ്സ് നോക്കുക. ടോപ്പർ കോപ്പീസ് അല്ല, ടോപ്പർ നോട്ട്സ്, ഇതിന്റെ കമ്പൈലേഷൻസ് അവൈലബിൾ ആണ്. ഇപ്പം കുറച്ച് സുരഭി ഗോയൽ മാമിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ മന്ദർ പട്ടി സാറിന്റെ ആണെങ്കിലും ഇവരുടെയൊക്കെ നോട്ട് ഒന്ന് നോക്കുന്നത് നല്ലതാണ്. കാരണം ഹൗ ആൻസേഴ്സ് ആർ റിട്ടൺ, ഹൗ ദീസ് പോയിന്റ്സ് ആർ ഫ്രെയിംഡ് എന്നുള്ള ഒരു ആസ്പെക്ട്. ഇപ്പൊ നമ്മൾ മിസ് ഔട്ട് ആവുന്ന പോയിന്റ്സിലും പിന്നെ പെട്ടെന്ന് കുറച്ച് വാല്യൂ അഡീഷൻ ഏരിയാസും ഒക്കെ നമുക്ക് കിട്ടാനായിട്ട് ഈ ടോപ്പർ നോട്ട്സ് യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളൂടെയും ചെയ്യാം. പക്ഷെ മൈ വെരി ലൈക്ക് ഹോണസ്റ്റ് അഡ്വൈസ് വുഡ് ബി ഇതിനൊന്നും പോകാതിരിക്കുക. കാരണം നമ്മുടെ കുറേ സമയം കളയുന്നു. നമുക്ക് GS-നായിട്ടുള്ള കുറേ സമയം ഇത് കില്ല് ചെയ്യും. അപ്പൊ ഇതിലേക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ ക്ലാസ്സിൽ നിന്ന് തന്നെ കിട്ടുന്ന സാധനങ്ങളാണെങ്കിൽ നമ്മുടെ അതാണല്ലോ ബേസിക്കലി വാട്ട് ക്ലാസ്സസ് ഡസ്. നമ്മുടെ വർക്ക് ഈസ് ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ആ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ബിലീവ് ചെയ്യാം, ലൈക്ക് ബിലീവ് ഇൻ യുവർ മെന്റേഴ്സ് ആൻഡ് ഫാക്കൽറ്റീസ്. അത് GS ഐ മീൻ ഓപ്ഷണൽ മാത്രമല്ല, ഇൻ യുവർ GS ഓൾസോ. നിങ്ങളുടെ ആ പ്രോസസ്സിൽ നിങ്ങൾ മാക്സിമം വിശ്വസിക്കുക. ഇടയ്ക്കിടയ്ക്ക് സോഴ്സസും ഇത് മാറ്റാതിരിക്കുക ഇത് ചെയ്യാനായിട്ട്. പിന്നെ അഗെയിൻ ഐ വുഡ് അഡ്വൈസ് യു ഓൾ ടു റീഡ് അനുദീപ് ദുരൈ ഷെട്ടി സാറിൻ്റെ ഒരു ബ്ലോഗ് ഉണ്ട് റിഗാർഡിങ് ആന്ത്രോ. നിങ്ങൾക്ക് സാറിൻ്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഒരു 3 ബ്ലോഗ് ഉണ്ടാവും. ആ ബ്ലോഗും കൂടെ നിങ്ങളൊന്ന് വായിക്കുന്നത് നല്ലതാണ്. ഇറ്റ് ഗീവ്സ് യു ഇപ്പം കാരണം എസ്പെഷ്യലി അതിൻ്റെ ഫസ്റ്റ് ബ്ലോഗ് ഇനി ഓപ്ഷനിൽ എടുക്കാൻ പോകുന്നവർ ഒന്ന് വായിക്കുന്നത് വളരെ നല്ലതാണ്. ഓപ്ഷനിൽ എടുത്തവർ സെക്കൻഡ് ആൻഡ് തേർഡ്, ഫസ്റ്റ് ബ്ലോഗും വായിക്കണം, എന്നാലും സെക്കൻഡ് ആൻഡ് തേർഡ് ബ്ലോഗും വായിക്കുമ്പോൾ നിങ്ങൾക്ക് വാട്ട് ലൈസ് എഹെഡ് എന്നുള്ളൊരു നല്ല വ്യൂ പോയിന്റ് കൂടെ ലഭിക്കും. സോ അതുകൂടെ ഒന്ന് വായിച്ചു വെക്കുന്നത് നല്ലതാണ്. എഗെയിൻ നമുക്ക് നോട്ട് മേക്കിംഗ് എന്നുള്ളൊരു ആസ്പെക്റ്റിലോട്ട് പോവാം. സോ നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതാണെങ്കിൽ ഒബ്വിയസ്ലി നോട്ട്സ് വെച്ച് നിങ്ങൾക്ക് ക്ലാസ് വെച്ച് പോകും. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൺസ് യുവർ നോട്ട് ഇസ് കംപ്ലീറ്റ് യുവർ ആന്ത്രോ പ്രിപ്പറേഷൻ ഗെറ്റ്സ് കംപ്ലീറ്റഡ്. അപ്പം നല്ലൊരു നോട്ട് ഉണ്ടാക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. പ്രിന്റഡ് നോട്ടിനെ മാക്സിമം ഇത് ചെയ്യാതിരിക്കുക. അതുകൊണ്ട് തന്നെ സ്റ്റാൻഡേർഡ് ബുക്സ്, നിങ്ങൾ സ്റ്റാൻഡേർഡ് ബുക്സ് പഠിക്കുന്നവരാണെങ്കിലും അതിൽ നിന്ന് നോട്ട് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. കാരണം എപ്പോഴും നമ്മുടെ ടൈം ഇപ്പം ഒരു ഫോർ എക്സാമ്പിൾ നിങ്ങൾ എടുക്കുക, ഒരു ആദ്യം നിങ്ങളൊരു സ്റ്റാൻഡേർഡ് മെറ്റീരിയലിൻ്റെ ഒരു പെർട്ടിക്കുലർ ടോപ്പിക് വായിക്കാനായിട്ട് അരമണിക്കൂറാണ് എടുക്കുന്നതെന്ന് വെക്കുക. സെക്കൻഡ് റീഡിങ് നിങ്ങൾ കുറച്ച് നാൾ കഴിഞ്ഞ് എടുക്കുമ്പോൾ ഇറ്റ് ടേക്സ് 20 minutes. ഇനി തേർഡ് റിവിഷൻ ഒരു 15 minutes. ലാസ്റ്റ് നിങ്ങൾക്ക് എക്സാമിന് തൊട്ട് മുമ്പായിട്ട് എടുക്കുമ്പോൾ ഇറ്റ് ടേക്സ് 10 minutes. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 10 minutes നിന്ന് ഇത് താഴത്തോട്ട് വരില്ല പ്രിന്റഡ് നോട്ട്സിന്റെ ഇതിൽ. ഇറ്റ് മിനിമം ടേക്സ് 10 minutes ഓൾവേസ്. പക്ഷേ നിങ്ങളുടെ ഹാൻഡ് റിട്ടൺ നോട്ട്സ് ആണെങ്കിൽ ഫസ്റ്റ് ടൈം ഇറ്റ് വിൽ ടേക്ക് ദ സെയിം 30 minutes. സെക്കൻഡ് ഇപ്പോൾ നിങ്ങൾ അത്രയും വരെ 10 minutes വേണം. ബട്ട് എക്സാമിന് മുമ്പാകുമ്പോഴേക്കും ഇറ്റ് ഗെറ്റ്സ് ഓവർ ഇൻ 1 or 2 minutes. അതാണ് അതിൻ്റെ ഒരു സെയിം സൈക്കോളജിക്കൽ ഇത് തന്നെയാണ്. സെയിം തിങ് നിങ്ങൾ ഹാൻഡ് റിട്ടൺ ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് മേക്സ് ദാറ്റ് മച്ച് ഡിഫറൻസ്. അപ്പോൾ ഈ മാക്സിമം നിങ്ങളുടെ ഹാൻഡ് റിട്ടൺ നോട്ട്സ് ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം ഒരു സെഗ്മെന്ററി നോട്ട്സ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. കാരണം എസ്പെഷ്യലി സെപ്പറേറ്റ് ആയിട്ട് ഡയഗ്രാം ബുക്ക് എന്ന് പറഞ്ഞൊരു ബുക്ക് നിങ്ങൾ മാക്സിമം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. എസ്പെഷ്യലി ഫിസിക്കൽ ആന്ത്രപ്പോളജിക്കും ആൻഡ് ഫോർ ആർക്കിയോളജിക്കൽ ആന്ത്രപ്പോളജി.
ഓക്കെ, ഈ രണ്ട് സാധനങ്ങൾക്ക് ഫിസിക്കൽ ആന്ത്രപ്പോളജി ഞാൻ നേരത്തെ പറഞ്ഞ കുറേ ഹ്യൂമൻ എവല്യൂഷൻ ഡയഗ്രാംസ് വരും. നമ്മുടെ എങ്ങനെ എറക്റ്റ് പോസ്ചർ ആയി, എങ്ങനെ നമ്മുടെ ബോൺ സ്കെൽട്ടൻ മാറി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറേ വരും. ആൻഡ് ഫോർ ആർക്കിയോളജിക്കൽ ആന്ത്രപ്പോളജി 2 ടൈപ്സ് ഓഫ് ഡയഗ്രാംസ് വരും. ഒന്ന് മാപ്പ് വരും, കാരണം ഇപ്പോൾ പാലിയോലിത്തിക് പീരീഡ് എവിടെയൊക്കെ ആയിരുന്നു സൈറ്റുകൾ, നിയോലിത്തിക് പീരീഡിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സൈറ്റുകൾ വരും. അപ്പോൾ ഇത് കുറേ സൈറ്റ്, അപ്പം പാലിയോയിൽ തന്നെ 3 ഉണ്ട്, ലോവർ മിഡിൽ അപ്പർ, മീസോ ഉണ്ട്, നിയോ ഉണ്ട്, ചാൽക്കോ ഉണ്ട്, അയൺ ഏജ് ഉണ്ട്, കോപ്പം. ഇങ്ങനെ വരുമ്പോൾ കുറേ ഏജിൽ കുറേ സൈറ്റ്, അത് അതിൻ്റെ കൂടെ ഇന്ത്യൻ സൈറ്റ്സും ഉണ്ട്, വേൾഡ് സൈറ്റ്സും ഉണ്ട്. ഇതെല്ലാം കൂടെ ആകുമ്പോൾ ഫുൾ കൺഫ്യൂസ് ആകും. അതുകൊണ്ടാണ് എല്ലാത്തിനും സെപ്പറേറ്റ് ആയിട്ടുള്ള മാപ്പ് ഡയഗ്രാം മാപ്പ് ബുക്ക് ആയിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയഗ്രാം ബുക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് റിവൈസ് ചെയ്യാനായിട്ട് പറ്റും. അതിനൊക്കെ അനുസരിച്ചുള്ള ഒരു നിമോണിക്കും ഉണ്ടാക്കി വെക്കുക. സോ ദാറ്റ് ഹെൽപ്സ് യു ടു ബെറ്റർ റിവൈസ് ആൻഡ് റീപ്രൊഡ്യൂസ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആർക്കിയോയിൽ ഓരോ ഞാൻ പറഞ്ഞ ഓരോ ഏജിനും അതിൻ്റെതായിട്ടുള്ള കൾച്ചറൽ ഫീച്ചേഴ്സ് ഉണ്ട്. കൾച്ചറൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ടൂളാണ്. ലൈക്ക് ഇപ്പം ചില ഇതിൽ ആദ്യം സ്റ്റോൺ ടൂൾസ് ആയിരുന്നു, പിന്നെ പതുക്കെ അത് ബോൺ ടൂൾസ് ആയി, പിന്നെ ബ്ലേഡ് ആയി. സോ അങ്ങനെ ആ എവല്യൂഷൻ ഉണ്ട്, അത് ഓരോ ഫേസിനായിട്ട്. അപ്പോൾ അതിന്റെ ഡയഗ്രാം ഉണ്ട്, ആ ഡയഗ്രാം വെച്ച് വേണം കാണിക്കാൻ. അപ്പം ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഡയഗ്രാം ബുക്കിൽ ആഡ് ചെയ്യുക. ഇത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എടുത്തു വെക്കുക. സോ ദാറ്റ് മേക്സ് യുവർ റിവിഷൻ. ഇപ്പോൾ ആദ്യം ഈ സാധനങ്ങളൊക്കെ ടൈം എടുക്കും. നിങ്ങൾ ഈ നോട്ട് ഉണ്ടാക്കാൻ പ്രശ്നമാണ്, ഇതൊക്കെ വരച്ചുണ്ടാക്കാൻ പാടാണ്, ഒക്കെ ടൈം എടുക്കും. പക്ഷേ ഇതിൻ്റെ അഡ്വാൻറ്റേജ് നിങ്ങൾ മെയിൻസിൻ്റെ തലേദിവസം മനസ്സിലാക്കും റിവൈസ് ചെയ്യാനായിട്ട്. എസ്പെഷ്യലി യുവർ 5 days. ഇപ്പോൾ നിങ്ങളുടെ GS 4നും ഓപ്ഷനും ഇടയ്ക്ക് ഒരു 5 ദിവസമുണ്ട്. സോ ഈ എത്രയൊക്കെ നാൾ പഠിച്ചാലും ഈ 5 ദിവസം നമ്മൾ വീണ്ടും നോക്കുന്ന കാര്യങ്ങളെ നമ്മൾ എക്സാമിന് എഴുതുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നോട്ടാക്കാൻ പറയുന്നത്. ഇത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങളുടെ പ്രൈമറി നോട്ട്, ഫസ്റ്റ് ലെയർ നോട്ടാണ്. നിങ്ങൾക്ക് സെക്കൻഡ് ലെയർ നോട്ട് കൂടെ വേണം. അത് എപ്പോൾ ഉണ്ടാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ യു ആർ സ്റ്റഡിങ് ബിറ്റ്വീൻ യുവർ പ്രിലിംസ് ആൻഡ് മെയിൻസ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് യുവർ 1 pages ഓർ ലൈക്ക് ക്വിക്ക് നോട്ട്സ് ഓർ ഷോർട്ട് നോട്ട്സ് എന്നൊക്കെ പറയുന്നത്. അതെന്താ വെച്ചാൽ നിങ്ങൾ ഈ എലാബറേറ്റ് നോട്ടില്ലേ, അത് നിങ്ങൾ പഠിക്കുമ്പം അതിൻ്റെ തന്നെ മേജർ ക്രക്സ് പോയിന്റ്സ് മാത്രമായിട്ടുള്ള വളരെ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക. സോ നിങ്ങൾ ജസ്റ്റ് ഗ്ലാൻസിൽ നിങ്ങൾക്ക് കിട്ടാനായിട്ടുള്ള ഈ കാര്യമാണ് വാട്ട് യു വുഡ് ബി ലുക്കിംഗ് എക്സാമിൻ്റെ 1-2 ദിവസം മുമ്പോ ആൻഡ് അന്ന് തൊട്ട് ആ ദിവസങ്ങളിലും ആൻഡ് ബിറ്റ്വീൻ യുവർ ഫസ്റ്റ് പേപ്പർ ആൻഡ് സെക്കൻഡ് പേപ്പർ. ഈ കാര്യങ്ങൾ കൊണ്ടാണ് നമ്മുടെ മൾട്ടിപ്പിൾ റിവിഷൻസ് ഓഫ് ദ പേപ്പർ നടക്കുന്നത്. ഒരിക്കലും അല്ലാതെ നമ്മളൊരു ബുക്ക് വാങ്ങിച്ചു വെച്ച് അത് വായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു തവണ പോലും നമ്മുടെ സിലബസ് തീരില്ല. അതുകൊണ്ട് ഇങ്ങനത്തെയുള്ള ലെയർ നിങ്ങൾ ഈ ഒരു രീതിക്ക് വേണം. അപ്പം നിങ്ങൾ ആദ്യം ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾക്ക് ആദ്യം പ്രൈമറി നോട്ട്സ് വേണം. പ്രൈമറി നോട്ട്സ് വേണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തൊട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്ത് തൊട്ട് മര്യാദയ്ക്കായിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ടാക്കി വെക്കണം. അത് പേജസ് ആൻഡ് പേജസ് പോകും. നിങ്ങൾ ഇപ്പം GS പോലെ ഇതിൽ പേടിക്കേണ്ട കാര്യമില്ല. ഒരു നല്ലൊരു ആന്ത്രോ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം 1000 പേജ് എങ്കിലും വരും എൻ്റെ സിലബസിന്. ഓക്കെ, സോ അത്രയും ഡീറ്റെയിൽഡ് ആയിരിക്കും. എത്രത്തോളം ഡീറ്റെയിൽഡ് ആവുന്നു നിങ്ങളുടെ ഓപ്ഷണൽ പേപ്പർ നോട്ട്സ് അത്രത്തോളം ബെനിഫിഷ്യൽ ആണ്. അതാണ് അതിൻ്റെ കൂടെ തന്നെ റിമെമ്പർ നിങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് ഒരു ഷോർട്ട് നോട്ട്സ് കൂടെ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളത്. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഡയഗ്രാം നോട്ട്സ് ആൻഡ് ഡയഗ്രാം ബുക്ക് ആൻഡ് മാപ്പ് ബുക്ക്, ഈ 2 സാധനം മെയിൻറ്റെയിൻ ചെയ്യുക. എനിക്കൊരു നെക്സ്റ്റ് ഇതുണ്ട് GS പേപ്പർ 2 ഏറ്റവും സിഗ്നിഫിക്കൻറ്റ് ഏരിയാസ് പറയാം. അല്ല, GS പേപ്പർ 2 ആണോ GS പേപ്പറിലാണോ ഉദ്ദേശിച്ചത്? GS പേപ്പറിൽ നമുക്ക് അങ്ങനെ സിഗ്നിഫിക്കൻറ്റ് ഏരിയാസ് എന്നായിട്ട്, കാരണം ഭയങ്കര എലാബറേറ്റ് ആയതുകൊണ്ട് നമുക്ക് 1 സിഗ്നൽ ഔട്ട് ചെയ്യാൻ പറ്റില്ല. അത് വലിയൊരു സെഷനാണ്, ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ 1 ഇയറോളം ഇരുന്ന് പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങളല്ലേ. അപ്പം എല്ലാത്തിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ഏരിയാസ് ഉണ്ട്. നമുക്ക് സഡനായിട്ട് പറയാൻ പറ്റില്ല. എന്നാലും ഇപ്പോൾ ഓരോ ഇതിൻ്റെ ഉള്ളിലും ആക്ച്വലി എല്ലാ ഏരിയാസും സിലബസ് നോക്കുന്നതാണ് ഏറ്റവും അതിൻ്റെ ഉള്ളത്. സിലബസിലെ കീവേഡ്സും എല്ലാം തന്നെ സിഗ്നിഫിക്കൻ്റ് ആണ്. എങ്ങനെ വേണമെങ്കിലും അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാം. പക്ഷെ അല്ലാതെ ഉള്ളത് ഭയങ്കര എലാബറേറ്റ് ആണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് ഓരോ ഇതിനും GS പേപ്പർ വെച്ചെടുത്ത് പറയാം. നമുക്ക് വേറെ സെഷനിൽ അത് പറയാം. നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ സിംഗിൾ ടോപ്പിക്കിൽ ഹൗ മെനി ഡെഫിനിഷൻ എക്സാമ്പിൾസ് നോട്ട് ചെയ്യണം. ഓക്കെ, മാക്സിമം ഇപ്പോൾ നമ്മളൊരു നോട്ട് പേപ്പർ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു റിലീജിയൻ എന്ന് പറഞ്ഞ ടോപ്പിക് ആണെന്ന് വെക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ റിലീജിയൻ ഡിഫൈൻ ചെയ്തത് എങ്ങനെയാണ്. അപ്പോൾ ചെയ്യുമ്പോൾ തന്നെ ആരാണ് ഡിഫൈൻ ചെയ്തത്, എന്തായിരുന്നു ഡെഫിനിഷൻ, ഏത് ബുക്കിലാണ് ഡിഫൈൻ ചെയ്തത്, ഏത് ഇയർ ആണ് ആ ബുക്ക് വന്നത്. സോ ഇതാണ് നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ. ഇത്രയും സാധനങ്ങൾ നമുക്ക് വേണം നമ്മൾ കോട്ട് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാക്സിമം ഇത് ചെയ്യാവുന്നത്
ഒരു ഡെഫിനിഷന്റെ രീതിയിൽ 1 or 2 ഡെഫിനിഷൻസ് മാക്സിമം. 2 ഡെഫിനിഷൻ ആണ് ഏറ്റവും ഐഡിയൽ ഇത് ചെയ്ത് വെക്കാൻ. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ അനുസരിച്ചൊക്കെ മാറ്റി മാറ്റി ഇടാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ മാരേജിനെ കുറിച്ച് എടുക്കുകയാണെങ്കിൽ പലരും പറഞ്ഞാണ് ഡെഫിനിഷൻസ്, ഓരോരുത്തരുടെ ഡെഫിനിഷന്റെ മേലാണ് മറ്റുള്ളവർ ബിൽഡ് ചെയ്തേക്കുന്നത്. അപ്പൊ ആദ്യം പറഞ്ഞവരുടെ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പൊ മാരേജ് ആണെങ്കിൽ ആദ്യം പറഞ്ഞ ജസ്റ്റ് മെയിൽ ആൻഡ് ഫീമെയിൽ യൂണിയൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ അതിന്റെ മേലെ മെയിൽ, ഇപ്പം അതിൻ്റെ ഉള്ളിൽ തന്നെ ഇപ്പൊ നമുക്ക് വേറെ ടൈപ്പ് ഓഫ് മാരേജ് ഉണ്ട്, പോളി ഗൈനി ഉണ്ട്, പോളി ആൻഡ്രി ഉണ്ട്, ഇപ്പൊ മൾട്ടിപ്പിൾ വുമൺ സിംഗിൾ ഹസ്ബൻഡ്, സിംഗിൾ വുമൺ മൾട്ടിപ്പിൾ ഹസ്ബൻഡ്, അങ്ങനെയൊക്കെയുള്ള ഇതുണ്ട്. അപ്പൊ അതിനെ അത് കേറ്റർ ചെയ്യില്ല. നേരെ മറിച്ച് ഇപ്പോൾ പുതിയ ഫോംസ് ആയിട്ടുള്ള ഇപ്പോൾ ലീവ് ഇൻ റിലേഷൻ, മാരേജ് തന്നെ ഇല്ലാതെ ലീവ് ഇൻ റിലേഷൻസ്, ഇപ്പം അത് ആ ഡെഫിനേഷൻ ചെയ്യില്ല. അപ്പൊ അതിനനുസരിച്ച് ഓരോ കാലത്തിനനുസരിച്ച് ഇത് ഡെവലപ്പായി വരുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫസ്റ്റ് പറഞ്ഞവരുടെയും ലാസ്റ്റ് പറഞ്ഞവരുടെ എടുക്കാം. ചിലതിനൊക്കെ എല്ലാം വേണ്ടി വരും. ഇപ്പൊ മാരേജിനൊക്കെ എല്ലാം വേണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് തന്നെ അവർ ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് മാരേജ് യൂണിവേഴ്സൽ ആവുന്നത് അഥവാ അല്ലാത്തത്, നിങ്ങളുടെ വ്യൂ പോയിന്റ് പറയൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ നിങ്ങളുടെ വ്യൂ പോയിന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് അവർ വ്യൂ പോയിന്റ് ഹിയർ. അവർ പറയുന്നതാണ് നമ്മൾ കോട്ട് ചെയ്ത് പറയേണ്ടത്. സോ ഇങ്ങനെ പറയുന്നുണ്ട്, യൂണിയൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ എന്ന് പറയുന്നുണ്ട്, പക്ഷേ ഈ ഒരു സൊസൈറ്റിയിൽ അസാൻഡയിൽ അസാൻഡ സൊസൈറ്റിയിൽ ഇങ്ങനെയല്ല നടക്കുന്നത്, അവിടെ ഫീമെയിൽ മാരേജ് ഉണ്ട്, സോ ഇത് ഓപ്പോസിറ്റ് ആയിരുന്നു, അങ്ങനെ പറഞ്ഞിട്ടുള്ള രീതിയിലുണ്ട്. ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് സോഴ്സസ് യുവർ PYQ. സോ PYQയിൽ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടോ അതിൻ്റെയൊക്കെ മൾട്ടിപ്പിൾ വ്യൂ പോയിന്റ്സ് നിങ്ങൾ കളക്ട് ചെയ്യാവുന്ന മാക്സിമം വ്യൂ പോയിന്റ്സ് നിങ്ങൾ കളക്ട് ചെയ്യണം. ഡെഫിനിഷൻസ് വിത്ത് വേർഡ്സ് വിത്ത് ദെയർ ഇയേഴ്സ്, ഇതൊക്കെ എത്രത്തോളം കളക്ട് ചെയ്യാൻ പറ്റുന്നു. ഇപ്പൊ ചിലതിൻ്റെ ഇയർ ഒന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും തെറ്റ് ചെയ്ത് വെക്കരുത്, അത് മാത്രമേ ഉള്ളൂ. അറിയില്ലെങ്കിൽ എഴുതണ്ട, ഇന്ന ആൾ പറഞ്ഞു എന്ന് മാത്രം പറഞ്ഞാൽ മതി. പക്ഷെ ബ്ലഫ് ചെയ്യാനോ തെറ്റ് ചെയ്താനോ നിൽക്കരുത്, അത് കൗണ്ടർ പ്രൊഡക്റ്റീവ് ആവും. കേസ് സ്റ്റഡീസ് എത്രത്തോളം കോട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം കോട്ട് ചെയ്യാൻ നോക്കുക. ഇന്ത്യൻ കേസ് സ്റ്റഡീസ് പറ്റുവാണെങ്കിൽ മാക്സിമം കോട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേപ്പർ 1 ഇസ് വേൾഡ് ആന്ത്രപ്പോളജി ആൻഡ് പേപ്പർ 2 ഇസ് യുവർ ഇന്ത്യൻ ആന്ത്രപ്പോളജി. ഓക്കെ, ഇത് സിലബസിൽ ഇങ്ങനെ ഡീലിനേഷൻ ഉണ്ടെങ്കിലും നമ്മുടെ പേപ്പറിൽ ഈ ഡീലിനേഷൻ അവരും അധികം നോക്കാറില്ല, നമ്മളും നോക്കരുത്. നമ്മൾ എവിടെയൊക്കെ ഇന്റർ കണക്ട് ചെയ്യാൻ പറ്റുമോ അവിടെയൊക്കെ ഇന്റർ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ പേപ്പർ 1ന്റെ ആർക്കിയോളജി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും പേപ്പർ 2ലാണ് ഇന്ത്യൻ ആർക്കിയോളജി വരുന്നത്. പക്ഷേ പേപ്പർ 1ന്റെ ആർക്കിയോളജിയിലൊക്കെ അവർ ചോദിക്കുന്നത് ഇന്ത്യൻ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരിക്കും. ഇന്ത്യയുടെ മീസോലിത്തിക്, ഇത് പാലിയോലിത്തിക്, ഇതൊക്കെ തന്നെ അവർ ചോദിക്കുക. അപ്പം അവരും മിക്സ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ചെയ്യുമ്പോഴും ഇപ്പം പേപ്പർ 1ന്റെ ഒരു കൺസെപ്റ്റ് നമ്മൾ പറയുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ റിലീജിയൻ പറയുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇന്ത്യൻ കണ്ടെക്സ്റ്റിൽ ഇപ്പം സർണ കോഡ് ഓഫ് റിലീജിയൻ ആണ് കൂടുതലായിട്ട് ട്രൈബൽസിൽ വരുന്നത് എന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് ഇന്റർലിങ്കിങ്. ദാറ്റ് ഹാസ് വെരി ഹൈ വാല്യൂ പോയിന്റ്. അവർ ഭയങ്കരമായിട്ട്, സോ നമ്മുടെ അനലിറ്റിക്കൽ സ്കിൽസ് ആണ് അവരവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ ആന്ത്രോ പേപ്പേഴ്സ് നിങ്ങൾ നോക്കുവാണെങ്കിലും പണ്ടത്തെ ആ റെപ്പിറ്റേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് നിന്ന് ക്വസ്റ്റ്യൻസ് ഹാവ് സ്റ്റാർട്ടഡ് ഇവോൾവിങ്. അവിടെയാണ് ആന്ത്രോ ഹാസ് സ്റ്റാർട്ടഡ് ബിക്കമിങ് ഡിഫിക്കൽട്ട്. ഇപ്പൊ എല്ലാവർക്കും ഇത്രയും പേര് എഴുതുന്നുണ്ടെങ്കിലും ആൾക്കാർക്ക് മാർക്ക് കയറാത്തതിന്റെ തിങ്സ് എങ്ങനെ വൺ കൺസെപ്റ്റ് ഗെറ്റ്സ് ഇന്റർലിങ്ക്ഡ് വിത്ത് അതർ കൺസെപ്റ്റ് എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഞാൻ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ കഴിഞ്ഞ കൊല്ലത്തെ ഇന്ത്യൻ ട്രൈബൽസ് മീൻസ് പേപ്പർ 2 സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് ഇമ്പാക്ട് ഓഫ് ലൈക്ക് വേരിയസ് ഡെവലപ്മെന്റ് ഓൺ ട്രൈബൽസ്. അതിൻ്റെ ഉള്ള ഏറ്റവും ഇതാണ് ട്രൈബൽസിന്റെ ഏറ്റവും പ്രശ്നമാണ് ലാൻഡ് ഡിസ്പ്ലേസ്മെന്റ്. പണ്ട് തൊട്ടേ ഇപ്പൊ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എവറി ഇയർ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഇയേഴ്സിൽ ഈ ക്വസ്റ്റ്യൻ ഡെഫിനറ്റ്ലി റിപ്പീറ്റ് ചെയ്യും, ഉറപ്പാണിത്. അപ്പം അന്നത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ദ ക്വസ്റ്റ്യൻ യൂസ് ടു ബി ആസ്ക്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലാബറേറ്റ് ഓൺ ദ ഇമ്പാക്ട്സ് ഓഫ് ലാൻഡ് ഡീഗ്രഡേഷൻ ഡിസ്പ്ലേസ്മെന്റ് ഓൺ ട്രൈബൽസ്. ഡയറക്ട് ക്വസ്റ്റൻ ആണല്ലോ. ദിസ് വാസ് എ ക്വസ്റ്റ്യൻ ഫ്രം 1980s അവിടെ നിന്ന് തൊട്ട് 2020-21 വരെയൊക്കെ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ വാസ് describe the impact of land displacement, land alienation on tribal women due to hydroelectric power projects. സ്പെസിഫിക് ആയതുണ്ടോ എത്രത്തോളം ഇതാ. പണ്ടെന്ന് പറഞ്ഞാൽ ഓപ്പൺ എൻഡഡ് ആയിരുന്നു, നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഇവിടെ പക്ഷേ നമുക്കിപ്പോൾ കൺസ്ട്രെയിൻസ് വന്നു. ട്രൈബൽ വുമണിനെ എങ്ങനെ അഫക്ട് ചെയ്യുന്നു, അതും ചുമ്മാ ഡിസ്പ്ലേസ്മെന്റ് അല്ല, ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊജക്ട്സ് കൊണ്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് ഇത്രത്തോളം സ്പെസിഫിക് ആയി മാറി. അതുകൊണ്ടാണ് അത് എന്തുകൊണ്ട് ഇപ്പൊ ഇത്രയും പാടാവുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ആന്ത്രപ്പോളജി ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് റിട്ടൺ ഓപ്ഷൻസ്. ഇപ്പൊ കഴിഞ്ഞ കൊല്ലം 14,000 പേര് മെയിൻസ് എഴുതിയതിൽ ഏകദേശം 2,000 പേരുടെ അടുത്ത് ആന്ത്രപ്പോളജി മാത്രം വച്ച് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ വേണം യു ഹാവ് ടു സ്റ്റാൻഡ് ഔട്ട്.
യുവർ ആൻസേഴ്സ് ഹാവ് ടു സ്റ്റാൻഡ് ഔട്ട്. അപ്പം മാക്സിമം നമ്പർ ഓഫ് നിങ്ങൾ സ്കോളേഴ്സ് ആൻഡ് വർക്ക്സ് ആൻഡ് കേസ് സ്റ്റഡീസ് ആണ് വാട്ട് കീപ്സ് യുവർ പേപ്പർ മോർ ഫ്രഷ്, മോർ അലൈവ് ദാൻ അതർ പേപ്പേഴ്സ്. അതുകൊണ്ട് ഈ കൈൻഡ് ഓഫ് എത്രത്തോളം ഡീറ്റെയിൽസ് കിട്ടോ അതൊക്കെ മാക്സിമം നോട്ട് ചെയ്യുക. കേസ് സ്റ്റഡി രണ്ട് രീതിയിൽ എഴുതാം. ഇപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ആ ഒരു ആന്ത്രപ്പോളജിസ്റ്റിനെയും ആ ഒരു ഇൻസിഡന്റ് മാത്രമാണ് അറിയാവുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ രണ്ട് ഇത് മാത്രം മതി, സ്റ്റഡി ഓഫ് പെർട്ടിക്കുലർ ട്രൈബ് ബൈ ദിസ് ആന്ത്രപ്പോളജിസ്റ്റ് എന്ന് മാത്രം എഴുതിയാൽ മതി. പക്ഷെ നിങ്ങൾക്ക് അത്യാവശ്യം കണ്ടക്സ്റ്റ് അറിയാമെങ്കിൽ നിങ്ങൾ 2 ലൈനിൽ എഴുതാം. 3 ലൈൻ വിട്ട് ഒരിക്കലും പോകരുത്. അത് നമ്മുടെ സ്പേസ് കില്ലിംഗ് ആയിരിക്കും. അത് 3 ലൈനിലേക്ക് പോലും പോകണ്ടെന്നാണ് ഞാൻ മാക്സിമം പറയാം. 2 ലൈനിൽ ഒതുക്കാമെങ്കിൽ ദാറ്റ് ഇസ് ദ ബെസ്റ്റ് തിങ്. പിന്നെ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ആൻഡ് ബേസിക് ആൻസർ സ്ട്രക്ചർ. GS പോലെ അത്ര ഡിഫിക്കൽട്ട് അല്ല ഓപ്ഷണൽ ആൻസർ റൈറ്റിംഗ്, എസ്പെഷ്യലി ആൻസർ റൈറ്റിംഗ്. കാരണം GSന്റെ ഉള്ളിൽ ദർസ് എ പോയിന്റ് വിത്ത് യുവർ ക്വസ്റ്റ്യൻ ഡെസിഫറിങ്, പിന്നെ അതിന്റെ പാറ്റേൺ ഉണ്ടാക്കുന്നത്, ഇതിനെ കുറച്ച് GS ട്രിക്കിയാണ്. ഇങ്ങനെ ഒരു കണക്റ്റിംഗ് ലൈൻ ഇടണം, അങ്ങനെയൊക്കെ വേണം. നമുക്ക് അതിനെ അറേഞ്ച് ചെയ്ത് വരുന്ന കുറച്ച് പ്രശ്നമാണ് GSൽ. അപ്പൊ അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ഡീകോഡിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് GSലോട്ട് വരുമ്പോൾ. പക്ഷേ ആന്ത്രോന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഓപ്ഷണൽ ഇസ് ബേസിക്കലി യുവർ കണ്ടന്റ്. എൻറ്റയർലി നിങ്ങൾ കണ്ടന്റിനെ എങ്ങനെ പുഷ് ഔട്ട് ചെയ്യുന്നു, നിങ്ങളുടെ അറിവിനെ നിങ്ങൾ എങ്ങനെ കാണിക്കുന്നു എന്നുള്ളതാണ് ഓപ്ഷണൽ പേപ്പർ. സോ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് അറിയാവുന്ന മാക്സിമം കാര്യങ്ങൾ ആ ലിമിറ്റഡ് സ്പേസിൽ ഇൻ സ്റ്റിപ്പുലേറ്റഡ് ടൈം നിങ്ങൾ കാണിക്കുക എന്നുള്ളതാണ് ബേസിക്കലി. അതിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യു ഹാവ് ടു ഹാവ് ദി ഐസിങ് ഓൺ ദ കേക്ക്. ഡയഗ്രാംസ് വേണം, കേസ് സ്റ്റഡീസ് വേണം, തിങ്കേഴ്സ് വേണം, ദെയർ വർക്ക്സ്. ഈ കാര്യങ്ങളാണ് മാക്സിമം നിങ്ങൾ പ്രൊജക്ട് ചെയ്ത് കാണിക്കേണ്ടത്. ഇപ്പം ഫിസിക്കൽ ആന്ത്രപ്പോളജി ക്വസ്റ്റൻ ആണെങ്കിൽ ഡയഗ്രാം ഇല്ലാതെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ എത്ര എഴുതിയാലും കാര്യമില്ല. സോഷ്യോ ആന്ത്രപ്പോളജിയിൽ പിന്നെ നിങ്ങൾ കേസ് സ്റ്റഡീസ് ഇല്ലാതെ ആൻഡ് തിങ്കേഴ്സ് ഇല്ലാതെ ഒരു കാര്യമില്ല. ആർക്കിയോളജിക്കൽ ആന്ത്രപ്പോളജിയിൽ നിങ്ങളുടെ മാപ്പും ടൂൾ ടൈപ്പോളജി, നിങ്ങളുടെ ടൂൾസിന്റെ ഡയഗ്രാം ഇല്ലാതെ അതിൻ്റെ ഉള്ളിലും കാര്യമില്ല. അപ്പം ഇത്രയും കാര്യങ്ങൾ ഓരോ ക്വസ്റ്റ്യനും ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ ഏറ്റവും ലാസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ കണ്ടംപററി റിലവൻസിലോട്ട് ഈ കാര്യത്തിനെ കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ യൂസേജ് ഇൻ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള രീതിയിലേക്കൊക്കെ കണക്ട് ചെയ്യുക. ഇപ്പം ഫിസിക്കൽ ആന്ത്രപ്പോളജി തന്നെയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ വാക്സിൻ ഡെവലപ്പ് ചെയ്തതൊക്കെ ഫിസിക്കൽ ആന്ത്രപ്പോളജിയുടെ ഒരു ഇതാണ്. മെഡിക്കൽ ആന്ത്രപ്പോളജിയാണ് നമ്മൾ ക്വിക്കായിട്ട് വാക്സിൻ ഡെവലപ്പ് ചെയ്തതും. ഈവൻ നമ്മളിപ്പം ലോക്ക്ഡൌൺ ഇട്ടില്ലേ, കണ്ടെയ്ൻമെന്റ് സോൺസ്, അത് ഫിസിക്കൽ ആന്ത്രപ്പോളജി ഇംപ്ലിക്കേറ്റിംഗ് ഇൻ ആക്ഷൻ ആന്ത്രപ്പോളജി എന്നുള്ള കാര്യമാണ്. ഈ കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല, നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് പത്തൊക്കെ മനസ്സിലാവും. ഇതൊക്കെ നിങ്ങൾക്ക് ഓരോ ബ്രാഞ്ചസ് ആണ് ഇതിൻ്റെ ഉള്ളിൽ. ഓക്കെ, അപ്പോൾ പോകുമ്പോൾ ഇതൊക്കെ ചെയ്യും. അപ്പൊ അന്ന് വരുമ്പോൾ നിങ്ങൾ ഓർത്താൽ മതി ഇങ്ങനെയൊക്കെ ഒരു കണക്ഷൻസ് വരുന്നുള്ളത്. പക്ഷേ ഈ കണക്ഷൻസ് ഒക്കെ നിങ്ങൾ ഓരോ ഇതിൽ പോകുമ്പോഴും ചെയ്യണം എന്നുള്ള കാര്യം ഡിസ്ക്രീറ്റ് ആയിട്ടല്ല, ദിസ് ഇസ് ഓൾ എ കണ്ടിന്യൂസ് ത്രെഡ് എന്നുള്ള കാര്യം ആലോചിക്കുക. സോഷ്യോ കൾച്ചറിൽ പഠിച്ചിട്ട് അവിടെ വിട്ടിട്ട് പോകരുത്. അടുത്ത ഫിസിക്കലിൽ ചെല്ലുമ്പോഴും ആപ്ലിക്കേഷൻസിൽ ചെല്ലുമ്പോഴും തിരിച്ച് ഇന്ത്യനിൽ ചെല്ലുമ്പോഴും ഒക്കെ ഈ കാര്യം തിരിച്ച് അവിടെയൊക്കെ കൊണ്ടുവരണം. അതാണ് നിങ്ങളുടെ മാർക്കിനെ ബൂസ്റ്റ് ചെയ്ത് കയറ്റുക. ആൻസർ റൈറ്റിംഗ്. അപ്പം ഈ കാര്യങ്ങളിൽ നിങ്ങളപ്പോൾ നോക്കുമ്പോൾ ബേസിക് ഇത് ഇൻട്രോ, ബോഡി, കൺക്ലൂഷൻ തന്നെ ഉണ്ടാവണം എന്നുള്ളതാണ് നിങ്ങളുടെ ആൻസറിന്റെ ബേസിക് ക്രൈറ്റീരിയ. അപ്പൊ ഇൻട്രോയിൽ മാക്സിമം നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഡെഫിനിഷൻസ് ആണ്. കൂടുതലും കുറെ കൺസെപ്ഷ്യൽ ആയിരിക്കും ക്വസ്റ്റ്യൻസ്. ഇപ്പൊ എന്തെങ്കിലും ഒരു കൺസെപ്റ്റ്, ഇപ്പം കൗണ്ടർ കൾച്ചർ ലൈക്ക് അതൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു ക്വസ്റ്റൻ, ഒരു ജസ്റ്റ് വേർഡ് ഒക്കെ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ഇതിൽ നേരത്തെ നമ്മുടെ ഇതിലൊക്കെ പോലെ GS പോലെ കൃത്യമായിട്ടുള്ള ഡയറക്റ്റീവും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു വേർഡ് മാത്രം ഇട്ടിട്ടൊക്കെ ആയിരിക്കും. ഇപ്പൊ കഴിഞ്ഞ ഗ്ലോട്ടോക്രോണോളജി അതേ ഉണ്ടാവുള്ളൂ. അവിടെ നിന്ന് നമ്മൾ പിക്ക് ചെയ്യുക, എടുക്കുക. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ, അത് ഓപ്പൺ എൻഡഡ് ആണ്, നമുക്ക് എങ്ങനെ വേണമെങ്കിലും അതിനെ റൂട്ട് ഔട്ട് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടി ഒരു സ്ട്രക്ചർ ആയിട്ട് അപ്പൊ ഇൻട്രോയിൽ ഇപ്പൊ എന്തെങ്കിലും കൺസെപ്ഷൻ, അപ്പൊ കൾച്ചറൽ ലാഗ് എന്നുള്ളത് ഉണ്ടായി. അപ്പൊ അത് പറഞ്ഞ ഒബ്ബേൺ ഇതാണെന്നുള്ള രീതിയിലേക്ക് കണക്ട് ചെയ്തിട്ട് അറിയാമെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ ഡെഫിനിഷൻ കൊടുത്ത് കണക്ട് ചെയ്യുക. ഏറ്റവും നല്ലത് ഡെഫിനിഷൻ. നേരത്തെ നമ്മൾ അത് പറഞ്ഞു, ഡെഫിനിഷൻ ആര് പറഞ്ഞു, ഏത് ബുക്കിൽ പറഞ്ഞു, ഏത് ഇയറിൽ പബ്ലിഷ് ചെയ്തു, ഇത്രയും കാര്യം പറ്റുകയും ചെയ്യാം. അവിടെ നിന്ന് നേരെ അതിന്റെ ഫീച്ചേഴ്സിലേക്ക് കണക്ട് ചെയ്യുക. എന്തൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സ്, ആ കാര്യങ്ങളിൽ അതിൻ്റെ കൂടെ ഇപ്പോൾ ഡയഗ്രാം ചെയ്യാവുന്നതാണെങ്കിൽ ഡയഗ്രാം സൈഡിൽ ആഡ് ചെയ്യുക, ഒരു ബോക്സ് വരച്ചിട്ട് അതിനുള്ളൊരു ഡയഗ്രാം, ഷോർട്ട് ഡയഗ്രാം ആഡ് ചെയ്യുക. അതിനുശേഷം അതിനെന്തെങ്കിലും ഇപ്പോൾ ഒരു സ്റ്റഡിയോ അങ്ങനെ എന്തെങ്കിലും ആണ്, അതിന് ക്രിറ്റിസിസം ഉണ്ടോ, ലിമിറ്റേഷൻസ് ഉണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ ആര് ക്രിറ്റിസൈസ്. ഇപ്പോൾ സോഷ്യൽ കൾച്ചറിലാണെങ്കിൽ ഇപ്പം ഞാനൊരു വർക്ക് ചെയ്താൽ എന്നെ ക്രിറ്റിസൈസ് ചെയ്യാൻ വേറെ 4 പേരുണ്ടാവും. ആ ആസ്പെക്ട് അത് അത്രയും പേര് വെച്ച് അത് പറയാം. അതേപോലെ തന്നെ ഇപ്പം എന്തെങ്കിലും ഒരു മെത്തേഡാണ്, ഒരു സയന്റിഫിക് മെത്തേഡാണ്, ഇപ്പം എന്താ പറയുക,
മെന്റലി ഇൻഹെറിറ്റൻസ് ആണ്, അതിന്റെ ലിമിറ്റേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഏറ്റവും ലാസ്റ്റ് എന്താ, ഇതിന്റെ റിലവൻസ് ഇൻ അഡ്മിനിസ്ട്രേഷനോ അല്ലെങ്കിൽ കണ്ടംപററി റിലവൻസോ ഇങ്ങനെയായിട്ട്, അല്ലെങ്കിൽ റിലവൻസ് ഇൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് എന്നുള്ള രീതിയിലേക്ക് മാപ്പ് ചെയ്തിട്ട് കൺക്ലൂഡ് ചെയ്യുക. ഇതാണ് ബേസിക് സ്ട്രക്ചർ. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഈ നമ്മുടെ പറഞ്ഞ ഫീച്ചേഴ്സ് സിഗ്നിഫിക്കൻ, ആ ബോഡിക്കുള്ളിൽ മാക്സിമം നിങ്ങൾ ക്ലാസ്സിൽ പഠിച്ചതും നിങ്ങൾക്ക് അറിയാവുന്നതായിട്ടുള്ള തിങ്കേഴ്സ് എല്ലാവരെയും ഇട്ടിട്ട് മാക്സിമം നിങ്ങളുടെ അറിവ് കാണിക്കുക എന്നുള്ളതാണ് ആൻസർ. അല്ലാതെ ഇതിനൊരു പ്രത്യേക സ്ട്രക്ചറോ ഇതല്ലാതെ വേറെ നമ്മൾ GS നോക്കേണ്ട അത്രയും സ്ട്രക്ചറോ ഇതോ ഈ ഒരു പേപ്പറിൽ വരുന്നില്ല ആൻസർ റൈറ്റിംഗിന്. നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ എൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പം GS നിങ്ങൾ അതൊരു 2 മാസമെങ്കിലും കഴിഞ്ഞിട്ട് വേണം ആൻസർ റൈറ്റിംഗ് തുടങ്ങാൻ. കാരണം നിങ്ങൾക്ക് ഒരു ബേസിക് കണ്ടന്റ് നിങ്ങളുടെ ബിൽഡപ്പ് ആവണം. ബട്ട് ആന്ത്രോന്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്നാണോ നിങ്ങളുടെ പഠിച്ചു തുടങ്ങുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് ആൻസർ റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പം വളരെ ഈസി ആയിട്ടുള്ള നമ്മുടെ ഓരോ യൂണിറ്റിന്റെ അനുസരിച്ചുള്ള PYQ കമ്പയറേഷൻ അവൈലബിൾ ആണ്. ഇപ്പം 9.3 ജനറ്റിക് പോളിമോർഫിസം അങ്ങനെയൊക്കെയുള്ള ഇതാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത്രയും ഇയേഴ്സിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാ എന്നൊക്കെയുള്ള ഫയൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. അതെടുക്കുക. സോ PYQ മാത്രം എഴുതാൻ നോക്കുക കേട്ടോ. മാക്സിമം നിങ്ങൾ PYQ എഴുതാൻ നോക്കുക. ഒന്നും ഇല്ലാത്തവർ ആ PYQ എഴുതിയിട്ട് അത് നിങ്ങൾ മാക്സിമം കളക്ട് ചെയ്ത് വെക്കുക. ദാറ്റ് ഈസ് യുവർ ബേസിക് നോട്ട്. അത് നിങ്ങളുടെ ഒരു നോട്ടാണ്. സോ ആ നോട്ട് നിങ്ങൾ PYQ നിങ്ങൾ പഠിക്കുന്നതിൻ്റെ ഒപ്പം എഴുതുന്നത് തന്നെ ഒന്നും കളയാതെ, അപ്പോൾ മാക്സിമം ബുക്കിലോ എങ്ങനെ എഴുതി വെച്ചാലും മതി. ആ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചാൽ ദാറ്റ് ബിക്കംസ് റിയലി യൂസ്ഫുൾ. മാക്സിമം സോൾവ് ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം PYQs നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്സിൽ നിന്ന്. സോ അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ ആ PYQ നിങ്ങൾ പഠിക്കുന്ന ഇതിൻ്റെ തന്നെ ആ യൂണിറ്റിൽ PYQs നോക്കുക. ആ PYQs ഒക്കെ സോൾവ് ചെയ്ത് വയ്ക്കാൻ നോക്കുക. ഓക്കെ, ആ എടുത്തു വെച്ചാൽ തന്നെ നിങ്ങൾ അത്യാവശ്യം നല്ലൊരു കണ്ടന്റ് നിങ്ങൾക്ക് കവർ ആവും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കുന്ന ഒപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് അത് വേറെ ആളുടെ ശരിക്കും ഹെൽപ്പ് തന്നെ ആവശ്യം ഇല്ല ശരിക്കും ആൻസർ റൈറ്റിംഗിന് ഇത് ചെയ്ത്. അപ്പൊ അതിൻ്റെ ഇതിൽ നിങ്ങൾക്ക് പീരിയോഡിക്കലി നിങ്ങൾ മെന്ററിന്റെ അടുത്ത് നിന്ന് ചെക്ക് ചെയ്ത് വാങ്ങിക്കുക. എവിടെയൊക്കെ ചിലർക്ക് എഴുതാനായിട്ടുള്ള പ്രശ്നം ഉണ്ടാവും നമുക്ക് ഇത് ചെയ്യുന്നത്. അത് ഇനീഷ്യലൊക്കെ അതുകൊണ്ട് അത് തന്നെ ചെയ്യാം. അതാണ് ത്രൂ ഔട്ട് ഇതിൽ. പിന്നെ ഓരോ യൂണിറ്റുകൾ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് വ്യത്യാസങ്ങൾ ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഫിസിക്കലിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഡയഗ്രാംസ് ഉണ്ട്. അത് നിങ്ങൾക്ക് ആദ്യം അറിയണ്ടാവില്ല. അപ്പോൾ അത് നിങ്ങൾ എഴുതി ശരിയായിക്കോളും. അതേപോലെ ഇത്രയും സ്റ്റിപ്പുലേറ്റഡ് ടൈമിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ എഴുതി തന്നെ ശരിയാവും. പിന്നെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട 2 ടോപ്പിക്കുകളാണ് ഞാൻ പറഞ്ഞ ഫിസിക്കൽ ആന്ത്രപ്പോളജിയും ആർക്കിയോളജിക്കൽ ആന്ത്രപ്പോളജിയും. എല്ലാം ഇമ്പോർട്ടൻസ് കൊടുക്കണം. പക്ഷേ ഈ ഒരു എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 2 ഏരിയാസ് ഭയങ്കര റെമ്യൂണറേറ്റീവ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ട്, ലൈക്ക് ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു എക്സാം പാറ്റേൺ കൂടെ പറയണേ. നമ്മുടെ ഓപ്ഷണൽ പേപ്പർ എങ്ങനെയാണ് ഉണ്ടാവുക വെച്ചാൽ, നിങ്ങൾ GS പേപ്പർ ഉണ്ടാവുന്നത് 20 ക്വസ്റ്റ്യൻസ് ആണ് ഇതുവരെയായിട്ട് ഉണ്ടാവുന്നത്. UPSC ആയതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും മാറ്റാം. അതുകൊണ്ട് കഴിഞ്ഞ വർഷം വരെ ഇങ്ങനെയായിരുന്നു. ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ 10 മാർക്കിന്റെയും അടുത്ത 10 ചോദ്യം 15 മാർക്കിന്റെയും വെച്ചിട്ടുള്ള 250 മാർക്സിനായിരുന്നു GS പേപ്പേഴ്സ് ഉണ്ടാവുക. ഓപ്ഷണൽ പേപ്പേഴ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സെക്ഷൻ A, സെക്ഷൻ B എന്ന് പറഞ്ഞിട്ടുണ്ട്. സെക്ഷൻ എയിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് കമ്പൽസറി ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ 5 സബ് ഡിവിഷൻ ഉണ്ട്. 5 സബ് ഡിവിഷൻ ഈ ABCDE ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കമ്പൽസറി ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതിയേ പറ്റുള്ളൂ, വേറെ വഴിയില്ല. ഇതൊക്കെ ഈ 5 ഓരോന്നും 10 മാർക്ക് ഈച്ചാ. അപ്പം 1 എന്നുള്ള ക്വസ്റ്റ്യൻ 50 മാർക്കാണ്. ഓരോ സബ് ക്വസ്റ്റ്യനും 10 മാർക്ക് വെച്ച് 10 മാർക്കിന് 2 പേജസ് ആണ്. ഓക്കെ, എന്ന് പറയുമ്പോൾ 150 വേർഡ്സ്. അടുത്തത് പിന്നെ 2 എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. ഇത് 3ഉം ഓരോ ബ്ലോക്കുകളാണെന്ന് പറയാനുള്ള കാരണം ഓക്കെ ഇവിടെ വരും അല്ലേ പറയേണ്ടത്. ഓക്കെ, ബ്ലോക്കുകളാണെന്ന് പറയേണ്ട കാരണം ഇപ്പോൾ ഓരോ ക്വസ്റ്റ്യനും ABC എന്നുള്ള സബ് ഡിവിഷൻസ് ഉണ്ട്. A സബ് ഡിവിഷൻ 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. B സബ് ഡിവിഷൻ 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. C സബ് ഡിവിഷനും 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ മൊത്തം ഇത് എത്രയായി? ഇതും 50 മാർക്കായി. ഇങ്ങനെ തന്നെയാണ് 2, 3, 4 സബ് ഡിവിഷൻസ് ഒക്കെ. ഇതേ പാറ്റേൺ തന്നെയാണ് സെക്ഷൻ ബിയിലും. അപ്പൊ അവിടെ 5 ആണ്. 5 1നെ പോലെ തന്നെയാണ്. 5 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട് 10 മാർക്കിന്റെ. അത് കമ്പൽസറി ആണ്, അത് എഴുതണം. അപ്പൊ ഈ 1ഉം 5ഉം നിങ്ങൾ മസ്റ്റ് ആയിട്ട് എഴുതണം. പിന്നെ അവിടെ 6, 7, 8 ഞാൻ പറഞ്ഞ ബ്ലോക്കുകൾ ഉണ്ട്. ABC എന്ന് പറഞ്ഞിട്ട് 20 മാർക്ക്, 15 മാർക്ക്, 15 മാർക്ക്. അപ്പം ഈ 2, 3 and 4, 6, 7 and 8 ഇത്രയും മൊത്തം ഇതിൽ നിന്ന് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് 3 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ,
ഈ 3 ക്വസ്റ്റ്യൻസിൽ ഒരു ക്വസ്റ്റ്യൻ എന്ന് കമ്പൽസറി ആയിട്ട് അറ്റൻഡ് ചെയ്യണം, ഒരു ക്വസ്റ്റ്യൻ ബിന്ന് കമ്പൽസറി ആയിട്ട് അറ്റൻഡ് ചെയ്യണം. ദാറ്റ് മീൻസ് 2, 3, 4 ഈ 3 ക്വസ്റ്റ്യൻ ഏതെങ്കിലും ഓർഡർ നിങ്ങൾ എഴുതിയിരിക്കണം. 6, 7, 8 ഈ ഒരു ഇതിൽ നിന്നും ബ്ലോക്ക് ചെയ്യുന്നു നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിരിക്കണം. ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അത് എൻറ്റയർ ആട്ടോ. ലൈക്ക് നിങ്ങൾ ഇപ്പം 6ന്റെ എയും 7ന്റെ ബിയും എഴുതി വെക്കരുത്. 6 ABC തന്നെ എടുക്കണം, അതാണ് ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ ഇങ്ങനെയാണ്. ബാക്കി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഇനി പെൻഡിങ്, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. യു ക്യാൻ ടേക്ക് ഫ്രം എനിവെയർ. ബാക്കിയുള്ള നിങ്ങളിപ്പോൾ 2, 3, 4 നിങ്ങൾ അറ്റൻഡ് ചെയ്യാണ്ട് വിട്ട് എണ്ണം ഏതെങ്കിലും ഓർമ്മ എഴുതാം, അല്ലെങ്കിൽ മറ്റേന്നാണെങ്കിൽ എഴുതാം. ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ സെലക്ഷൻ. അപ്പൊ ഈ ബ്ലോക്ക് സെലക്ഷനും നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എങ്ങനെ വേണമെന്നുള്ളത്. സോ ഇങ്ങനെയാണ് എന്ത് പോകുന്നത് നമ്മുടെ ആന്ത്രോ പേപ്പർ കിടക്കുന്നത്. ഇതിനുള്ള നിങ്ങൾക്ക് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം 20 മാർക്ക് ചിലപ്പോൾ അറിയണ്ടാവില്ല, ചിലപ്പോൾ 50 മാർക്ക് നന്നായിട്ട് അറിയാവുന്നതായിരിക്കും, ചിലപ്പം നേരെ തിരിച്ചായിരിക്കാം. 20 മാർക്ക് നന്നായിട്ട് അറിയാം, ഒരു 15 മാർക്ക് നന്നായിട്ട് അറിയാം, ചിലപ്പോൾ ഒരു 50 മാർക്ക് അറിയണ്ടാവില്ല. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഭയങ്കരമായിട്ട് വരും. നമുക്ക് ഓപ്ഷൻ തരുമ്പോഴാണ് നമുക്ക് ഏറ്റവും പ്രശ്നം. കമ്പൽസറി ആയിട്ട് എഴുതുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു, പക്ഷെ ഓപ്ഷൻ കഴിയുമ്പോൾ ഏറ്റവും പ്രശ്നമാണ്. അവിടെ ഇരുന്ന സമയം കളയരുത്, സഡനായിട്ട് ഈ സാധനം ഇത് ചെയ്യണം. ഇതൊക്കെ വരിക കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് ഈ മെയിൻസിൽ എഴുതുന്ന സമയത്ത് വരും. ഞാനിത് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ലോങ് ടേമിലേക്ക് എങ്ങനെയാണ് പേപ്പർ ഉള്ളതെന്നൊക്കെ ജസ്റ്റ് ഒന്ന് വ്യൂ പോയിന്റ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ടൈം ലിമിറ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 10 മാർക്കേഴ്സിന് കമ്പൽസറി സെക്ഷന് നിങ്ങൾ കൊടുക്കേണ്ടത് 7 minutes ആണ്. ഓക്കെ, 15 മാർക്കറിന് നിങ്ങൾ കൊടുക്കേണ്ടത് 10 minutes ആണ്. അതേപോലെ 20 മാർക്കേഴ്സിന് നിങ്ങൾക്ക് കൊടുക്കാവുന്നത് 14 minutes ആണ്. ഇത്രയും സാധനങ്ങളിലാണ് നിങ്ങൾ എഴുതി തീർക്കേണ്ടത്. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഏത് ബ്ലോക്കാണ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതി തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തരുന്ന ഒരു 5 minute ഉണ്ടാവും. 8:55 രാവിലത്തെ പേപ്പർ വരും, 1:55 ഉച്ചത്തെ പേപ്പർ വരും. അപ്പോൾ ഈ സമയത്ത് ആ 5 minute നിങ്ങൾക്ക് കാരണം ഇങ്ങനെ ഡൗട്ടുകൾ വരും, ഇത് വേണോ അത് വേണോ അത് വേണോ എന്നുള്ള ഈ സാധനങ്ങൾ അതിനുള്ളിൽ പിക്ക് ചെയ്താലാണ്. അല്ലെങ്കിൽ അവിടെ ഇരുന്ന് ആലോചിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ മെയിൻസിൽ സമയം കിട്ടില്ല, നമുക്ക് ഭയങ്കര സ്പീഡ് ഗെയിമാണ്. അപ്പോൾ ആ ഒരു ക്വിക്ക് പ്രോസസ് ഓഫ് നിങ്ങളുടെ ഒരു കൺവേർഷൻ സ്കിൽസ് കൂടെ അവിടെ ആവശ്യമാണ്. ഇതിനെ നോക്കണം. പിന്നെ ചെയ്യേണ്ടത് കേസ് സ്റ്റഡി മൾട്ടിപ്പിൾ ടോപ്പിക്കിൽ കോഡ് ചെയ്യാവുന്നതാണോ ഓർ യൂണിക് ടു ഈച്ച് ടോപ്പിക് ആണോ സെലക്ട് ചെയ്യേണ്ടത്. പേപ്പർ 1 ആക്ച്വലി കുറേ മൾട്ടിപ്പിൾ ആയിട്ട് കോട്ട് ചെയ്യാവുന്ന കേസ് സ്റ്റഡി കിട്ടും. അപ്പോൾ എസ്പെഷ്യലി നിങ്ങൾ മെൽനോസ്കിയുടെ ഒക്കെ ഇത് വരും, കുലാറിംഗ് എന്നൊക്കെ പറയുന്നത്, അത് നിങ്ങൾക്ക് കുറേ സ്ഥലങ്ങൾ കോട്ട് ചെയ്യാം. എക്കണോമിക് ആന്ത്രപ്പോളജി കോട്ട് ചെയ്യാം, സോഷ്യൽ ആന്ത്രപ്പോളജി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വരും, അതൊക്കെ ഇത് ചെയ്യാം. പേപ്പർ 2 പക്ഷേ മാക്സിമം യുണീക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഏറ്റവും നല്ലത്. പേപ്പർ കാരണം ഇന്ത്യൻ കണ്ടക്സ്റ്റ് ആയതുകൊണ്ട് എത്രത്തോളം നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം കേസ് സ്റ്റഡീസ് കളക്ട് ചെയ്യാൻ നോക്കുക. യുണീക്ക് ആയിട്ടുള്ള ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള കേസ് സ്റ്റഡീസും കളക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും യൂസ്ഫുൾ. ഇപ്പോൾ നിങ്ങൾ ഡെയിലി ന്യൂസ് പേപ്പറിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കുറേ വരും ഓരോ ഇതിൻ്റെ ഉള്ളിലും. ഇപ്പോൾ ഗ്ലോബലൈസേഷൻ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ എസ്പെഷ്യലി നിങ്ങൾ ഈ ആന്ത്രോ റിലേറ്റഡ് ന്യൂസസ് വരുന്നുണ്ടാവുക കുറേയൊക്കെ റീജിയണൽ പേപ്പേഴ്സിലാണ്. നമ്മൾ GS പെർസ്പെക്റ്റീവിന് വിടുന്ന കുറച്ച് പേജസ് ഉണ്ടാവുമല്ലോ. ഇപ്പം 2nd പേജ്, 3rd പേജ്, 4th പേജ് ഒക്കെ ആ പേജസിലൊക്കെ കുറേ നിങ്ങൾക്ക് ആന്ത്രോ റിലേറ്റഡ് ന്യൂസുകൾ കിട്ടും. ഇപ്പം ട്രൈബൽ റീജിയൻസ് ന്യൂസ്, അല്ലെങ്കിൽ അട്രോസിറ്റീസ് അഗെയിൻസ്റ്റ് ട്രൈബൽസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ ടോപ്പിക്കിലൊക്കെ കൂടുതലായിട്ട് കറണ്ട് അഫയേഴ്സ് വരുള്ളൂ. ട്രൈബലിലും സോഷ്യോ കൾച്ചറിലും കറണ്ട് അഫയേഴ്സ് വരുള്ളൂ. അല്ലെങ്കിൽ ഫിസിക്കലില് ഈ ജനറ്റിക് സ്റ്റഡീസ് ഒക്കെ ആയിരിക്കണം. ജനറ്റിക് സ്റ്റഡീസ് പിന്നെ ഒരു ദിവസം കൊണ്ടും വരില്ല, വർഷങ്ങൾ കൊണ്ട് ഇത് വരുന്നതല്ലേ. അപ്പോൾ നിങ്ങൾക്ക് പിന്നെയും വരും. പക്ഷേ ഈ ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ടൊക്കെ പിന്നെ ഇന്ന സ്ഥലത്ത് ഒരു അട്രോസിറ്റി നടന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പുതിയ സ്കീം കൊണ്ടുവന്നു, അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ ഡെയിലി വരുന്നത് അതില്ല. അപ്പോൾ അവിടേക്ക് മാത്രം നിങ്ങൾ കറണ്ട് അഫയേഴ്സ് ആഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ, ബാക്കിയുള്ളതൊക്കെ സ്റ്റാറ്റിക് തന്നെയാണ്. അപ്പോൾ അവിടെ മാത്രം മാക്സിമം കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പേപ്പർ 1 നിങ്ങൾക്ക് മൾട്ടിപ്പിൾ സ്ഥലങ്ങളിൽ യൂസ് ചെയ്യാവുന്ന കേസ് സ്റ്റഡീസ് മതി. പിന്നെ എനിക്ക് പറയാനുള്ളത് ഒരു ഓർഡർ ഓഫ് സ്റ്റഡിയാണ്. അപ്പോൾ നിങ്ങൾക്ക് സിലബസ് നോക്കിക്കഴിയുകയാണെങ്കിൽ വളരെയധികം ഇതായിട്ടുള്ള രീതിയിലാണ് സിലബസ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ആ ഓർഡറിനേക്കാളും കൂടുതൽ കുറച്ച് നമുക്ക് ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഈസി ആവുന്ന രീതിയിലാണ് സിലബസ് ഉണ്ടാവുക. അപ്പോൾ അതിന് ഞാൻ പറയാം ഏറ്റവും ക്ലാസ് എടുത്ത് പോകുന്നുണ്ടാവുക ആ രീതിയിൽ തന്നെയാണ്. പക്ഷെ എന്നാലും ലൈക്ക് ഇപ്പോൾ അല്ല സെൽഫ് സ്റ്റഡി ആയിട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടെയുള്ള രീതിക്കാണ്. നിങ്ങൾ ആദ്യം പഠിക്കാനായിട്ട് ഏറ്റവും നല്ല കാര്യം സോഷ്യൽ തിയറീസ് ആണ്, തിയറീസ് ആൻഡ് തിങ്കേഴ്സ് ആണ്, യൂണിറ്റ് 6. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻറ്റയർ ആന്ത്രപ്പോളജി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർ പറഞ്ഞതിൻ്റെ ബേസിസിലാണ് ഈ സാധനം മൊത്തം നിൽക്കുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ
സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് ഒക്കെ യൂണിറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ബേസിക്കലി ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾ സിലബസ് വെച്ച് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ പഠിച്ചിട്ടായിരിക്കും നിങ്ങൾ 6ാമത്തെ യൂണിറ്റ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല ബേസിക്കലി ഇവർ ഇന്ന ആൾ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സെക്കൻഡ് യൂണിറ്റ് തന്നെ ഇവന്മാർ ഇങ്ങനെ പറയുന്നുണ്ടാവും. പക്ഷെ ഇവർക്ക് ഈ പറഞ്ഞത് എന്താണെന്നുള്ളത് 6ാമത്തെ യൂണിറ്റിലാണ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത് പഠിച്ചിട്ട് വേണം നിങ്ങൾ ഇവിടേക്ക് വരാനായിട്ട്. എന്നിട്ട് വേണം 2, 3, 4, 5 അതാണ് സോഷ്യോ കൾച്ചറൽ പാർട്ട് അത് തീർക്കാനായിട്ട്. പിന്നെ ഫിസിക്കൽ ആന്ത്രപ്പോളജി ശരിക്കും ബേസ് കിടക്കുന്നത് 1.4ലാണ്. 1.4 കഴിഞ്ഞിട്ട് എങ്ങനെ ബേസിക് റൂൾസ് ഒക്കെയാണ് അതിൽ കിടക്കുന്നത്. പിന്നെ പ്രൈമേറ്റ്സ് അതിലേക്ക് കിടക്കുന്നത് 1.5 ലൈക്ക് മങ്കീസ്, ഓൾഡ് ഏജ് മങ്കീസും ന്യൂ വേൾഡ് മങ്കീസും അങ്ങനെയായിട്ടുള്ള എങ്ങനെ എമേർജ് ചെയ്തു. 1.6 ആണ് ഹ്യൂമൻ ഫോസിൽസ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഓസ്ട്രോപിത്തസിൻസ്, നമ്മുടെ നിയാൻഡർതാലോ ഇവരൊക്കെ എങ്ങനെ വന്നു എന്നുള്ളത്. പിന്നെ 1.7 ബേസിക് ഇത്. അവിടുന്ന് പിന്നെ നേരെ കിടക്കുന്നത് 9.1ലാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഇത്രയും ഭാഗത്തും ഫിസിക്കലില്ല. അപ്പം 1.4, 1.5, 1.6, 1.7 പിന്നെ 9.1 വന്ന് പിന്നെ 9 മൊത്തം തീർത്താലാണ് നിങ്ങൾക്ക് ഫിസിക്കലിന്റെ കണക്ഷൻ കിട്ടുള്ളൂ. അവിടെയും പ്രശ്നമുണ്ട്. 1.8 കിടക്കുന്ന ആർക്കിയോളജിയാണ്. അപ്പോൾ 1.7 കട്ട് ചെയ്തിട്ട് 9.1 വന്നേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ മൊത്തം ആർക്കിയോളജി കയറി ഇറങ്ങിയിട്ട് വരും. ആർക്കിയോളജി പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കണം? ആർക്കിയോളജി പഠിക്കുമ്പോൾ 1.8ഉം 2.1ഉം പഠിക്കണം. സോറി 1 ഇൻ സെക്കൻഡ് യൂണിറ്റ് സെക്കൻഡ് പേപ്പർ. കാരണം സെക്കൻഡ് പേപ്പറിലെ ഫസ്റ്റ് യൂണിറ്റ് ഇന്ത്യൻ ആന്ത്രപ്പോളജിയാണ്, ഇന്ത്യൻ ആർക്കിയോളജിയാണ്. അപ്പം 1.8ഉം വേൾഡ് ആർക്കിയോളജി ഇന്ത്യൻ ആർക്കിയോളജിയോടെ ക്ലബ് ചെയ്ത് വേണം പഠിക്കാനായിട്ട്. അപ്പൊ ഇവിടെ പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഓരോ ഫേസും ക്ലബ് ചെയ്യണം. ഇപ്പൊ ലോവർ പാലിയോ പഠിക്കുവാണെങ്കിൽ ഇന്ത്യൻ ലോവർ പാലിയോ പഠിക്കണം, വേൾഡ് ലോവർ പാലിയോ പഠിക്കണം. അപ്പൊ ഇങ്ങനെ വേണം കമ്പനി. അപ്പർ ഇപ്പം നിയോലിത്തിക് പഠിക്കുവാണെങ്കിൽ ഇന്ത്യൻ നിയോലിത്തിക്കും വേൾഡ് നിയോലിത്തിക്കും പഠിക്കണം. ഇങ്ങനെ കമ്പൈൻ ചെയ്ത് പഠിക്കണം എന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീച്ചേഴ്സ് എവിടെയൊക്കെ ആണെങ്കിലും സെയിം ആണ്. നിങ്ങളപ്പോൾ ബേസിക്കലി സൈറ്റ് മാത്രം മാറ്റി പഠിച്ചാൽ മതി. നിങ്ങൾ വേറെ വേറെ രീതികളിൽ പഠിച്ചാൽ വേൾഡിലെ ഫീച്ചേഴ്സ് പഠിക്കണം, പിന്നെയും തിരിച്ചു വന്ന് ഇവിടുത്തെ ഫീച്ചേഴ്സ്. പിന്നെ അപ്പോഴേക്കും നിങ്ങൾക്കൊക്കെ ഇത് ഗ്രീക്ക് ആൻഡ് ലാറ്റിനായി മാറിയിട്ടുണ്ടാവും. അത്രയും നാൾ കഴിഞ്ഞ് തിരിച്ച് നിങ്ങൾ ഫിസിക്കലും എല്ലാം കയറി ഇറങ്ങിയിട്ടേ വരുള്ളൂ, സോഷ്യോ കൾച്ചർ അടക്കം. അപ്പം കയ്യിൽ പോകും. പിന്നെ അതിൻ്റെ അത്ര എഫേർട്ട് പിന്നെയും തിരിച്ചിടണം. അപ്പോൾ അതുകൊണ്ടാണ് ബേസിക്കലി ഇപ്പോൾ ഇതേത് കാര്യം നിങ്ങൾ ഈ ഗ്രൂപ്പിൽ കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാവുന്ന പോളിറ്റിയിൽ എവിടെ പ്രസിഡന്റ് പഠിക്കുന്നോ അവിടെ ഗവർണർ പഠിക്കണം. ബേസിക്കലി ഇത് മാത്രമേ കൺട്രി സ്റ്റേറ്റ് ഇത്രയും മാറുള്ളൂ, ബാക്കിയെല്ലാം സെയിമാണ്. അങ്ങനെ തന്നെ ഉള്ളത് ഇതേ മെക്കാനിസം തന്നെ. ക്ലാസ് അങ്ങനെ തന്നെ പോവുള്ളൂ. എനിക്ക് അങ്ങനെ കമ്പയർ ചെയ്യാവുന്ന ക്ലാസ്സസ് പോവുള്ളൂ. അല്ലാതെയുള്ള നിങ്ങൾ പഠിക്കുമ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള രീതിയിൽ വേണം പഠിക്കാൻ എന്നുള്ള കാര്യമോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞാണ്. തോന്നുന്നു നമ്മൾ ഏകദേശം അത്യാവശ്യം കുറേ ഇതിൻ്റെ ബേസിക് ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാവോ? ഓക്കെ. ഓർഡർ വരുന്നത് ആദ്യം തിയറീസ് പഠിക്കുക, യൂണിറ്റ് 6. യൂണിറ്റ് 6ന് ശേഷം 2, 3, 4, 5 സൊസൈറ്റി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ ആന്ത്രപ്പോളജി, 5 റിലീജിയൻ. പിന്നെ അത് സോഷ്യോ കൾച്ചറിൽ പഠിക്കാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഇപ്പോൾ ഫിസിക്കൽ പഠിക്കാനാണെങ്കിൽ 1.4, 1.5, 1.6, 1.7. അതിനുശേഷം യൂണിറ്റ് 9, 9.1 to 9.8 വരെയുള്ള കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക. അപ്പോൾ അത് കൂടുതലായിട്ട് അറിയാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 10, 11, 12 അതിൻ്റെ അപ്ലിക്കേഷൻസ് ആണ്, അതും കൂടെ കമ്പൈൻ ചെയ്യാം. ആർക്കിയോളജി പഠിക്കാനാണെങ്കിൽ 1.8ഉം പിന്നെ പേപ്പർ 1.8 പേപ്പർ 1ൻ്റെയാണ്, പേപ്പർ 2ൻ്റെ 1 നമ്മുടെ ഇന്ത്യൻ ആർക്കിയോളജി ഒരുമിച്ച് പഠിക്കുക. അത് പഠിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ കമ്പൈൻ ചെയ്യുക. ലൈക്ക് പാലിയോലിത്തിക്കിൻ്റെ സ്റ്റേജ് പഠിക്കുമ്പോൾ ഇന്ത്യൻ പാലിയോലിത്തിക് പഠിക്കുമ്പോൾ തന്നെ വേൾഡ് പാലിയോലിത്തിക് പഠിക്കുക, അല്ലെങ്കിൽ വേൾഡ് പാലിയോലിത്തിക് പഠിക്കുമ്പോൾ ഇന്ത്യൻ പാലിയോലിത്തിക് പഠിക്കുക. അങ്ങനെ സ്റ്റേജസ് ഒരേ രീതിയിൽ പഠിക്കുക. കാരണം രണ്ടിൻ്റെ ഫീച്ചേഴ്സ് സെയിം ആയിരിക്കും. അപ്പോൾ ഒറ്റ നോട്ട് മതി ഫീച്ചേഴ്സിന്, 2 മാപ്പ് മാത്രം ക്രിയേറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതൊന്ന് കമ്പൈൻ ചെയ്യാം. ക്ലാസ്സസ് അങ്ങനെ പോവുള്ളൂ, ആ ഓർഡറിൽ തന്നെയാണ് ഡിസൈൻ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ആ ഓർഡർ ഫോളോ ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. അതേപോലെ നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ എക്സാമിനൊക്കെ റിവൈസ് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ത്യൻ ഈ സോഷ്യോ കൾച്ചർ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ സോഷ്യോ കൾച്ചറിലും പഠിക്കാം. അത് വേണമെങ്കിൽ കയ്യിൽ വെച്ചിരുന്നാൽ മതി. കാരണം കുറേ ഈ റിലവൻസ് കൂടുതലായിട്ട് ഇന്റർ കണക്ട് ചെയ്യാനായിട്ട് അത് കുറേ എളുപ്പമാക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വേൾഡ് സോഷ്യോ കൾച്ചറിൽ ഇത് ഇന്ത്യൻ സോഷ്യോ കൾച്ചറിലോട്ട് കൊണ്ടുവരണമെങ്കിലൊക്കെ നിങ്ങൾ പഠിക്കും. ഇത് പഠിക്കുമ്പോൾ ഇതല്ലേ അവിടെയും പഠിച്ചേ, അപ്പോൾ ഈസി ആയിട്ട് കോട്ട് ചെയ്യാനൊക്കെ പറ്റും. ഞാൻ വേണമെങ്കിൽ മതി, അത് എല്ലാവരും ചെയ്യണമെന്നില്ല, സമയമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. അതെ. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് സ്പെസിഫിക് ഡൗട്ടുകളായിട്ടോ നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും ഡീൽ ചെയ്യണമെന്നോ അല്ലെങ്കിൽ എവിടെയെങ്കിലും എലാബറേറ്റ് ചെയ്യണമെന്നോ ഉള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ചെയ്യാം. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഒരു
റഫ് പിക്ചർ എന്നെ കൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ഇതിൻ്റെ ഉള്ളിൽ പറയുകയാണെങ്കിൽ, സോ ഞാൻ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു രീതിയിലാണ്. ഞാൻ ഫോളോ ചെയ്ത ഓർഡർ തന്നെയാണ് ഞാനിപ്പോൾ നിങ്ങൾക്കും പറഞ്ഞു തന്നത് എങ്ങനെയാണ് ഇത് ചെയ്തതെന്നുള്ളത്. ആദ്യം ഞാൻ ക്രിയേറ്റ് ചെയ്ത നോട്ടൊക്കെ മോശമായിരുന്നു, ശരിയായിരുന്നില്ല. അപ്പം ആദ്യം കുറേ ഞാൻ നോട്ടുകൾ ക്രിയേറ്റ് ചെയ്തൊക്കെ ഞാൻ പിന്നെ കളഞ്ഞു. പിന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ മാക്സിമം എക്സാമ്പിൾസ് ആണ് ഞാൻ കളക്ട് ചെയ്തുകൊണ്ടിരുന്നത്, കുറേയൊക്കെ കേസ് സ്റ്റഡീസും ഇതും അങ്ങനെ കുറേ ഇത് ചെയ്തു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ PYQ എഴുതിയിട്ട് അതൊക്കെ ഞാൻ എന്നിട്ട് കളക്ട് ചെയ്ത് വയ്ക്കുമായിരുന്നു. അതാണ് കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതാണ് എൻ്റെ കുറേയൊക്കെ ലൈക്ക് എൻ്റെ ബേസ് മെറ്റീരിയൽ ഉണ്ടായിരുന്നത്. ഓക്കെ. പിന്നെ അതേപോലെ ഈ നേരത്തെ പറഞ്ഞ മാപ്പ് സെപ്പറേറ്റ് ആയിട്ട് വരച്ചു വയ്ക്കുമായിരുന്നു, അങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ എൻ്റെ ബൾക്ക് ഓഫ് ദ പോർഷൻ ഞാൻ പഠിച്ചത് ശരിക്കും പ്രിലിംസിന് ശേഷം. ബൾക്ക് ഓഫ് ദ പോർഷൻ എന്ന് പറഞ്ഞാൽ 50% ഓഫ് ദ പോർഷൻ. കാരണം ഞാൻ ആർക്കിയോളജിക്കൽ ആന്ത്രപ്പോളജി എൻ്റെ എക്സാമിന് മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, ഫിസിക്കൽ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇന്ത്യൻ സോഷ്യോ കൾച്ചറിലും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ബാക്കിയുള്ളത് ഞാൻ മുമ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ബാക്കി ഇതുണ്ടായിരുന്നില്ല. അപ്പം എനിക്കപ്പം മെയിൻസും നോക്കണം, ലൈക്ക് GS നോക്കണമായിരുന്നു, മെയിൻസ് ഈ ഓപ്ഷനും നോക്കണമായിരുന്നു. അങ്ങനെ ഒരു ബൾക്ക് ഈ രീതിയിലുണ്ടായി. അപ്പം ഞാൻ ചെയ്ത ഒരു കാര്യം, ഞാൻ വിവേക് ബസ്ന സാറിൻ്റെ ബുക്ക് ബേസ് മെറ്റീരിയലായിട്ട് വെച്ചിരുന്നു. അതിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് എടുക്കാവുന്ന പോയിന്റുകളൊക്കെ എടുത്ത് ഞാൻ സെപ്പറേറ്റ് നോട്ടാക്കി. ഞാൻ എഴുതുന്ന പോയിന്റ് അതിൻ്റെ കൂടെ തന്നെ ഞാൻ പാരലലി ടോപ്പർ നോട്ട്സ് വായിക്കുമായിരുന്നു. ഇപ്പം എനിക്ക് യൂസ്ഫുൾ ആയിട്ട് പറഞ്ഞ നോട്ട്സാണ് ഞാൻ പറഞ്ഞ് സുരഭി ഗോയൽ മാമിൻ്റെ നോട്ടും നാരായണ അമിത് സാറിൻ്റെ നോട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് കാരണം എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വാല്യൂ അഡീഷൻ കുറേയൊക്കെ ഞാൻ ഇത് ചെയ്തെടുത്ത്. പിന്നെ എംബർ ആൻഡ് നമ്പർ നോക്കിയായിരുന്നു. എംബർ ആൻഡ് നമ്പർ നിങ്ങൾക്ക് വേണമെങ്കിൽ കേസ് സ്റ്റഡി ഇപ്പോഴൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് വായിക്കാവുന്ന സാധനങ്ങളാണ്. കുറേ വേൾഡിൻ്റെ കേസ് സ്റ്റഡീസ് കിട്ടും, വേൾഡ് കുറേ ട്രൈബൽ ഇതും അങ്ങനെയായിട്ട് കൊടുക്കാവുന്ന കേസ് സ്റ്റഡീസ് കിട്ടും. അപ്പോൾ അത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അപ്പം അത് ഈ മെയിൻസ് സോ വിത്തിൻ ഞാൻ ഓപ്ഷൻ നിർത്തുന്നത് ലൈക്ക് പ്രിപ്പറേഷൻ പ്രിലിംസിന് മുമ്പ് കേട്ടോ. പ്രിലിംസിന് മുമ്പ് ഞാൻ ഓപ്ഷൻ നിർത്തുന്നത് ഫെബ്രുവരി ലാസ്റ്റാണ്. അതുവരെ ചെയ്യുന്നതിൻ്റെ കൂടെ ഞാൻ ഓരോ യൂണിറ്റ് കഴിയുമ്പോൾ ഞാൻ ടെസ്റ്റ് എടുക്കുമായിരുന്നു, ചുമ്മാ ടെസ്റ്റ് ചെയ്തുമായിരുന്നു 3 hours ഒക്കെ. അപ്പം അത് വേറെ രീതിയിൽ പക്ഷേ റഫ് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എത്രത്തോളം ഡിമാൻഡിങ് ആണ് ഓപ്ഷണൽ അങ്ങനെയൊക്കെയുള്ള രീതിക്ക്. അല്ലാതെ ഒരു ഓവറോൾ ഐഡിയ ഉണ്ടായിരുന്നില്ല എനിക്ക്. പറ്റുന്ന രീതിയിലൊക്കെ ടെസ്റ്റ് ചെയ്തുമായിരുന്നു ഞാൻ കൂടുതലും. അപ്പോൾ ഞാൻ ഈ പറയും PYQ ഞാൻ എഴുതിക്കൊണ്ടിരുന്നത്, അത് എടുത്ത് വയ്ക്കും എന്നുള്ളത്. പിന്നെ ഞാനത് എന്തെങ്കിലും സോൾഡ് പേപ്പറിൻ്റെ കൂടെ കമ്പയർ ചെയ്യും. നമ്മുടെ സോൾഡ് മെറ്റീരിയൽ ഉണ്ടാവുമല്ലോ, PYQ സോൾഡ് മെറ്റീരിയൽ. അപ്പോൾ അതിൻ്റെ കൂടെ എന്തോരം നമുക്ക് ക്ലോസ് ആയിട്ട് വരുന്നുണ്ട്, ഇല്ല അല്ലാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഡിസാസ്റ്റർസ് ആണെങ്കിൽ റീറൈറ്റ് ചെയ്ത് വെക്കാം അതിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ റീറൈറ്റ് ചെയ്തതിൽ തന്നെ ആ പോയിന്റ്സ് നോട്ട് ചെയ്ത് നമ്മുടെ നോട്ടാക്കി വെക്കാം. ഇതാണ് ചെയ്തിരുന്നത്. പിന്നെ ഇതിന് ശേഷം നമ്മുടെ പ്രിലിംസിന് ശേഷം പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. ഞാൻ പറഞ്ഞ നേരത്തെ ടോപ്പിക്സ് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ കൂടുതൽ പിന്നെ ചെയ്തിരുന്നത് ഇതാണ് നോട്ട് ഉണ്ടാക്കുന്നത്. കൂടുതലും ഓൺലൈൻ നോട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. വൺ നോട്ടിൽ മറ്റേ പെൻ വെച്ച് എഴുതിയാണ് ഞാൻ നോട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്ന് പറയാം, നമ്മൾ ഈ കൊണ്ടുവരുന്ന നമ്മുടെ വാല്യൂ അഡീഷൻ പോയിന്റ്സ് ഉണ്ടല്ലോ, അത് മാത്രമേ ഞാൻ നോട്ടാക്കുകയുള്ളൂ. ജനറലിസ്റ്റ് പോയിന്റ്സ് എഴുതത്തില്ല. എന്താണ് കാരണം എനിക്ക് മസ്റ്റായിട്ട് ഇപ്പം നമ്മളിപ്പം ചില ഫാക്ടേഴ്സ് നമ്മൾ എഴുതിയാലും എഴുതിയില്ലെങ്കിലും ഇറ്റ് ഡസൻറ്റ് മാറ്റർ. പക്ഷെ ചിലത് നമ്മുടെ വൗ ഫാക്ടർ ഉണ്ടല്ലോ, നമ്മുടെ എക്സാമിനർ കാണുമ്പോൾ കൊണ്ടുവരുന്ന ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യുന്ന സാധനം, ആ സാധനമാണ് ഞാൻ നോട്ട് ചെയ്ത് എക്സ്ട്രാ വെച്ചിരുന്നത്. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ഈ ഡയഗ്രാം ബുക്ക് ക്രിയേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ മാപ്പ് സാധനം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എനിക്ക് മാപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ സാധനങ്ങളുടെയൊക്കെ ലൈക്ക് ഫോട്ടോ എടുത്ത് ഞാൻ സെപ്പറേറ്റ് ഫയലാക്കി വെച്ചു. എന്നിട്ട് അതാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. എന്നിട്ട് എക്സാമിന് എഴുതുമ്പോൾ ഞാൻ മാക്സിമം അപ്പോൾ ഞാൻ ആ സമയം കൂടെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രിലിംസിനും മെയിൻസിനും ഇടയ്ക്ക് ഡെയിലി ആൻസർ എഴുതാനായിട്ട് ഇത് ചെയ്തു. അപ്പോൾ ഞാൻ ഡെയിലി ഒരു ഇത്ര ക്വസ്റ്റ്യൻ എടുത്തിട്ട് ഞാൻ ഡെയിലി ആൻസർ ചെയ്യുമായിരുന്നു. എന്നിട്ട് വീക്ക്ലി വന്ന് സാറിൻ്റെ അടുത്ത് സെക്ഷണൽസിൻ്റെ കൂടെ തന്നെ സെക്ഷണൽ റിവ്യൂ വാങ്ങിച്ചതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ റിവ്യൂ ഞാൻ വാങ്ങിക്കും ഇത് ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെ ആ ബേസിക് സ്ട്രക്ചർ. അപ്പോൾ അത് എന്നിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെയൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് വീക്ക്ലി സെക്ഷണൽസിൻ്റെ ഇതിലാണ്. നമ്മൾ വീക്ക്ലി സെക്ഷണൽസ് എഴുതുമ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യും. സോ ആ രീതിയിലാണ് ഞാൻ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോയത്. പിന്നെ കുറേ സാധനങ്ങൾക്കൊന്നും എനിക്ക് നോട്ട് ഉണ്ടായിരുന്നില്ല, ഉണ്ടാക്കാൻ പറ്റാത്തതിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ. പക്ഷെ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാനിതൊക്കെ ആ സമയത്താണ് ഞാൻ മറ്റേ ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ കൂടെ പഠിച്ചു വന്നതാണ് ആ സമയത്ത്. അപ്പം അതുകൊണ്ട് എനിക്ക് കുറേ സമയം, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ആദ്യം പറഞ്ഞപ്പോൾ ഈ
ഡയഗ്രാം നോട്ടൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കണം എന്നുള്ള എനിക്ക് ഞാൻ മറ്റേ പ്രിലിംസ് മെയിൻസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ ഇത് കാരണം അത് ലൈക്ക് അങ്ങനെയല്ല ഞാൻ ഇനി എങ്ങനെ ഞാൻ എഴുതണമെങ്കിൽ ഓക്കെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് അന്ന് ഞാൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത് എനിക്കത് കുറേ യൂസ്ഫുൾ ആയിരിക്കും ഇത് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ തിങ്കേഴ്സ്, കേസ് സ്റ്റഡീസ്, ഇതിനൊക്കെ ഓരോ സെപ്പറേറ്റ് ഞാൻ സെഗ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ട് റിവൈസ് ചെയ്യും. എൻ്റെ ഞാൻ പിന്നെ ഏറ്റവും ഞാൻ ചെയ്തിരുന്നതാണ്. അപ്പം ഞാനൊരു എക്സാമിന് 2 ആഴ്ച മുമ്പ് സെപ്റ്റംബർ 20-നായിരുന്നു എക്സാം. ഓഗസ്റ്റ് 25-26 കണ്ടായിരുന്നു നമ്മുടെ ലാസ്റ്റ് സെക്ഷനിൽ. ആ സമയമാകുമ്പോഴേക്കാണ് ഞാൻ തീർക്കുന്നല്ല എവിടെ വെച്ച് തീർന്നു അവിടെ വെച്ച് നമ്മൾ തീർന്നതായിട്ട് പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷം ഇത് ചെയ്ത് പിന്നെ സെപ്റ്റംബർ 3-നായിരുന്നു ഫുൾ ലെങ്ത്. അപ്പോൾ ഈ 25 ടു സെപ്റ്റംബർ 3, പക്ഷെ അതിൻ്റെ ഉള്ളിലും 26, 27, 28 GS-ന്റെ ഫുൾ ലെങ്ത്. അപ്പോൾ അതൊരു ദിവസം മാറ്റിക്കും. 28 ടു സെപ്റ്റംബർ 5 ആയിരുന്നു കേട്ടോ. സെപ്റ്റംബർ 5 ആയിരുന്നു ഞാൻ ഫുൾ ലെങ്ത് മോക്ക് എഴുതുന്നത് ഓപ്ഷണലിൻ്റെ. അപ്പോൾ ഈ ഒരാഴ്ചയിൽ ഞാൻ പഠിക്കുന്നതൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഷോർട്ട് നോട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്നു. അത് ഭയങ്കര ഇൻറ്റൻസ് ആയിരുന്നു. പക്ഷെ അങ്ങനെ നിൽക്കരുത്. നിങ്ങളത് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുന്നത് ആദ്യം തൊട്ടേ ഉണ്ടാക്കി പോകണം. ലൈക്ക് പ്രിലിംസിന്റെ ഫസ്റ്റ് ആഴ്ച പഠിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, ഞാൻ ആ സമയത്താണ് ബേസ് മെറ്റീരിയൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്തായിരിക്കണം നിങ്ങൾ ശരിക്കുമുള്ള ഷോർട്ട് നോട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ആ ബേസ് മെറ്റീരിയലൊക്കെ നിങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കണം. ഞാൻ ഈ പറഞ്ഞ ഫെബ്രുവരിക്കുള്ളിൽ നിങ്ങൾ ഉണ്ടാക്കി തീർക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സാം ഭയങ്കരമായിട്ട് ഈസിയാവും. നിങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് വരും. അപ്പം ഡെയിലി ആൻസർ റൈറ്റിംഗ് എന്നൊക്കെയാണ് ഈ സാധനങ്ങൾ നമ്മുടെ പേപ്പറിലോട്ട് മാറി തുടങ്ങുള്ളൂ. അത്രയൊക്കെ കാരണം നമുക്ക് കുറേ കണ്ടന്റ് വേണ്ട ശരിക്കും. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ സ്പേസ് ലിമിറ്റഡാ, ടൈം ലിമിറ്റഡാ. ഇപ്പം 7 മിനിറ്റിൽ തീർക്കാവുന്നതേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. നിങ്ങൾ അതിന് വേണ്ടി ഒരു 10 പേജ് പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. അതിനുള്ള 2 പേജ് മതി. ആ 2 പേജിൽ എഴുതാവുന്നതേ ഉള്ളൂ. അപ്പം അതിൻ്റെ ഉള്ളിൽ കുറച്ച് വലിയ ഡയഗ്രാം കൂടി പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ 2 ലൈൻ കുറയ്ക്കാം. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങൾ അപ്പോൾ ഈ എഴുതിയാണ് ഈ കുറച്ച് നമ്മൾ ഈ എക്സാമിനറിനെ കൺവിൻസ് ചെയ്യുന്ന രീതികൾ പഠിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ സമയത്തേക്ക് മാക്സിമം നിങ്ങളുടെ ടൈം ആൻസർ റൈറ്റിങ്ങിന് വേണ്ടി മാറ്റാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ആ നോട്ടുകൾ ഉണ്ടാക്കുക എന്നുള്ളത്. അതായിരുന്നു എൻ്റെ ഒരു ബേസിക് ടൈം എന്നുള്ളത്. പിന്നെ അതുകൊണ്ട് നമ്മുടെ PYക്ക് നിങ്ങളുടെ മോഡലായിട്ട് വയ്ക്കാം. അതിൻ്റെ ഉള്ളിൽ ചോദിക്കുന്ന മാക്സിമം പ്രിപ്പയർ ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ ആ ചോദിച്ചിരുന്ന കാര്യങ്ങൾക്കൊക്കെ ഡെഫിനറ്റ്ലി നോട്ട് ഉണ്ടാകും എന്നുള്ള കാര്യം നിങ്ങൾ എൻഷുർ ചെയ്യുക. ബൗൺസേഴ്സ് വരും, അത് കുഴപ്പമില്ല. കാരണം നിങ്ങൾ ഇത്രയും ടെസ്റ്റ് ചെയ്തുമ്പോഴേക്കും നിങ്ങൾ ബൗൺസേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കും. നമ്മുടെ ഇത്രയും തിങ്കേഴ്സും ഇവരൊക്കെ വരുമ്പോൾ ഒരു റഫ് എസ്റ്റിമേറ്റ് വരും. ഇവരെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും എന്നുള്ളതൊക്കെ വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ്. വേറെ കാര്യം കൂടെ നിങ്ങൾക്ക് ഇത് ചെയ്ത് വെക്കാം. ചെയ്തുമ്പോൾ റിയൽ മെയിൻസ് എഴുതുമ്പോൾ എന്തെങ്കിലും കാര്യം മനസ്സിലായില്ലെങ്കിൽ അതിൻ്റെ മേലെ തന്നെയോ അതിൻ്റെ ഇപ്പുറത്തെ സൈഡായിട്ടോ ഹിന്ദി എഴുതിയിട്ടുണ്ടാവും. ഹിന്ദി വായിക്കാൻ അറിയണം. ഹിന്ദി വായിക്കാൻ ശ്രമിക്കാം മനസ്സിലായില്ലെങ്കിൽ. കാരണം കഴിഞ്ഞ അവിടുത്തെ ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു, ഗ്ലക്ടോക്രോണോളജി എന്ന് പറഞ്ഞാൽ ടോട്ടലി ബൗൺസർ ആയിരുന്നു. നമുക്കങ്ങനെ അധികം അതല്ലെങ്കിൽ അറിയുണ്ടാവില്ല. അപ്പം ഒന്നും അറിയാത്ത ഇതിൻ്റെ ഉള്ളിൽ, പക്ഷെ അതിൻ്റെ ഉള്ളിൽ കൃത്യം മേലെ ഉണ്ടായിരുന്നു ഭാഷ അങ്ങനെ പറഞ്ഞിട്ട് ഇതുണ്ടായി. അപ്പം ഒന്നുമില്ലെങ്കിൽ ഭാഷ, ലാംഗ്വേജ്, അപ്പം ലിംഗ്വിസ്റ്റിക് ആന്ത്രപ്പോളജി ഉണ്ട് നമുക്ക്. ഒന്നുമില്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക് ആന്ത്രപ്പോളജി വെച്ച് നമുക്ക് എഴുതി വെക്കാൻ പറ്റും. അത് വായിച്ചാൽ, ഞാൻ വായിച്ചില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കാരണം നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ നമ്മുടെ കൾച്ചറിൽ ഇല്ലല്ലോ അത്. നമ്മുടെ ഹിന്ദി നമ്മുടെ തന്നെ ഉണ്ടാവില്ല. നമ്മളിവിടെ ഇരുന്ന പേപ്പേഴ്സിലൊന്നും ഉണ്ടാവില്ല. GS ആണെങ്കിലും ഒന്നും ഇല്ല. പക്ഷെ നോർത്തിലെ പേപ്പേഴ്സിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർ കുറേയൊക്കെ ഇങ്ങനെ ഇത് കിട്ടും. നമുക്ക് നമ്മൾ ഈ എഴുതുന്ന ടെസ്റ്റുകളിൽ അതില്ലാത്തത് കൊണ്ട് നമ്മൾ റിയൽ എക്സാമിനും പോയി നമ്മൾ ആലോചിക്കില്ല. ഹിന്ദി സെക്ഷൻ ഉള്ളത് തന്നെ ഉണ്ടെന്ന് നമ്മൾ ആലോചിക്കില്ല. ഒന്നും വായിക്കാതെ പോകും. അത് നമ്മൾ വെറുതെ അഫക്റ്റ് ആവും. ഇത് വേറെ പേപ്പറിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എസ് ഐ കുറേ കാര്യമായിട്ട് ഈ ഫിലോസഫിക്കൽ എസ് ഒക്കെ ഒരു കാര്യം നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ ഈ ഹിന്ദി ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ ചിലപ്പോൾ മനസ്സിലാവുന്ന രീതിയിലേക്ക് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഹിന്ദിയോടൊന്ന് വായിക്കാൻ മറക്കരുത്. നിങ്ങൾ ഹിന്ദി ഒന്ന് വായിക്കാൻ നോക്കുക. ഇതൊക്കെയാണ് എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് ചെയ്യുന്ന എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് അപ്പോൾ എൻ്റെ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞ പോലെ ഞാൻ അങ്ങനെ ഫോർമൽ കോച്ചിങ്ങോ അങ്ങനെ ഇതൊന്നും ഇത് ചെയ്തിട്ടില്ലായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ മെയിൻസിൻ്റെ ഇതിലാണ് ഞാൻ ആദ്യം ശരിക്കും മെസ്സേജ് അയക്കുന്നത്. ഇപ്പോഴും എൻ്റെ ഇതിലുണ്ട്. കാരണം ഈ പ്രിലിംസ് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ പ്രിലിംസ് അറിയാമല്ലോ, ഭയങ്കര വേഗമായിട്ടുള്ള പ്രിലിംസ് ആയിരുന്നു. അപ്പം അറിയില്ല. ഞാൻ സാറിന് ആദ്യം മെസ്സേജ് അയക്കുന്നത് റിസൾട്ട് വരുന്നതിന് മുമ്പ്, സർ ലോങ് ടേം അടുത്ത വർഷത്തേക്ക് എഴുതാനായിട്ടുള്ള എന്തെങ്കിലും കോഴ്സ് ഉണ്ടോ, ആൻസർ റൈറ്റിംഗ് കോഴ്സ് ഉണ്ടോ എനിക്ക് ചേരാനായിട്ട്, അങ്ങനെ വെച്ചിട്ട് ആദ്യം ചോദിക്കുന്നത്. സാറേ എത്ര നിങ്ങൾക്ക് മാർക്ക് എത്ര വരുന്നത്? അപ്പോൾ ഞാൻ മാർക്ക് പറഞ്ഞു, അത് കയറേണ്ടതാണല്ലോ, ഈസിയായിട്ട് കയറേണ്ടതാണല്ലോ. അല്ല അതറിയില്ല, നമുക്ക് ഈ തവണത്തെ പേപ്പർ ആയതുകൊണ്ട് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ്. പക്ഷേ റിസൾട്ട് വരുമ്പോൾ കയറി. അങ്ങനെയാണ് പിന്നെ ടെസ്റ്റ് സീരീസിലോട്ട് ഇതാവുന്നത്. അതിൻ്റെ ഇതിലും അപ്പം ഇതായിട്ട് ഫുൾ സാറിന് കുറേ ഞാനിങ്ങനെ നടന്ന് എപ്പോഴും അയച്ച് ഇതൊക്കെ ചെയ്താണ്, കുറേ പെസ്റ്റർ ചെയ്താണ് ഞാൻ ഇത് ചെയ്യുന്നത്.
സാറിൻ്റെ അടുത്ത് വന്ന് സാർ ഇന്ന് ഇത് വേണം ചെക്ക് ചെയ്ത് തരണം, ഇത് കഴിയാമെന്ന് പറഞ്ഞ് സാറിന് ഇത് അതേപോലെ ടെസ്റ്റ് ആണെങ്കിലും അത് നമുക്ക് ഷോർട്ട് ടെസ്റ്റുകളായിരുന്നു. എൻ്റെ പിന്നെ സാറിൻ്റെ അടുത്ത് പറഞ്ഞാണ് ഞാൻ 3 hour ടെസ്റ്റാക്കി മാറ്റി, സാർ ഇത്ര ഇതാക്കണം അങ്ങനെയൊക്കെയാണ് പറഞ്ഞതാണ്. എൻ്റെ ഏറ്റവും ഇതായിട്ടുള്ള സാറിൻ്റെ തന്നെ ഇതാണ് മെയിൻസ് എക്സാം, ആന്ത്രോപോളജി എക്സാമിൻ്റെ രാവിലെ അന്ന് തലേ ദിവസം ഞാൻ ഇങ്ങനെ എനിക്ക് ഒരു ഇതെത്തിയപ്പോഴേക്കും ഇത് കവർ ചെയ്തെത്തിക്കാൻ പറ്റില്ല, കുറേ സാധനങ്ങൾ പാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു സാറിനെ പിന്നെ കുറച്ച് ഓഡിയോ നോട്ടായിട്ട് സാർ കുറച്ച് എനിക്ക് അയച്ചു തരണം എന്ന് പറഞ്ഞാൽ കുറേ ടോപ്പിക്സ് ഞാൻ അയച്ചു കൊടുത്തു സാറിന്. അപ്പോൾ സാറ് നാട്ടിലോട്ട് ട്രാവൽ ചെയ്യുന്ന ഇതിലായിരുന്നു. എന്നിട്ട് സാറിന് രാവിലെ 3:30 തൊട്ട് ഇങ്ങോട്ട് 5 മണി വരെ ഇരുന്നാണ് മൊത്തം സാധനങ്ങൾ എനിക്ക് ഓഡിയോ നോട്ടായിട്ട് എഴുതി. ഞാൻ രാവിലെ എഴുതിയ കുറേ ഓഡിയോ നോട്ട് എന്നിട്ട് ഞാൻ 2xലിട്ട് കുറേ കേട്ടാണ് ഞാൻ പോയി എക്സാം ഇത് ചെയ്യുന്നത്. എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം അതിൻ്റെ ഉള്ളൊരു ക്വസ്റ്റൻ അങ്ങനെ തന്നെ വരികയും ചെയ്തു. നമുക്ക് രാഖി കറി വുമൻ്റെ ഇതൊക്കെ അങ്ങനെ. അപ്പം അങ്ങനെ സാർ കുറേ അതേപോലെ തന്നെ ഇൻ്റർവ്യൂവിൻ്റെ ഇതിനാണെങ്കിൽ ഞാൻ ഓഡിയോ നോട്ട് വെച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിനും പോകുന്നത്. ഓഡിയോ നോട്ട് കുറയ്ക്കാൻ അതിനുള്ള കുറേ ബൾക്ക് സിലബസ് ഉണ്ട്. അപ്പം ആ കാര്യങ്ങൾ കുറേ അങ്ങനെ സാറാണ് ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ കുറേ എൻ്റെ ആ ഒരു ആൻസർ റൈറ്റിംഗ് മൊത്തം അതേപോലെ ഇൻറ്റഗ്രേറ്റ് ലൈക്ക് നമ്മുടെ ഈ ഞാൻ പറഞ്ഞ ഇൻ്റർലിങ്കിങ് കാര്യങ്ങൾ എന്നെ ഏറ്റവും കൂടുതൽ എഴുതിയത് സാർ തന്നെയാണ്. അപ്പം നമ്മുടെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസും ഇതൊക്കെ കഴിഞ്ഞ തവണ ഈ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറി എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയത് സാർ ഈ സാറിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങനെയാണ്. ഞാൻ നേരത്തെ ചോദിക്കാറുണ്ട് സാർ ഇങ്ങനെയൊക്കെ UPSC ചോദിക്കുമോ, ഇത്രയും ഈ ഒരു സാധനം കോവിഡിൽ എങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് മിക്ക നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻസും ഉണ്ടാവാം. പക്ഷേ എൻ്റെ ഏറ്റവും ഐറോണിക്കലായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ എക്സാമിന് വന്നപ്പോൾ ആ കൈൻഡ് ഓഫ് ഇന്റർലിങ്കിങ് ആയിരുന്നു മിക്ക ക്വസ്റ്റ്യൻ്റെയും ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യം. അപ്പോൾ എനിക്ക് അവിടെ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. കാര്യം അവിടെ ചെയ്യുന്ന കാര്യം തന്നെ അവിടെ എഴുതി വെച്ചാൽ മതിയായിരുന്നു. അപ്പം അങ്ങനെയുള്ള ബെനിഫിറ്റാണ്. അപ്പോൾ അതിന് സാറിനായിട്ട് ഈ മാർക്ക് എത്ര ഇതിൻ്റെ ഇതിൽ ഏറ്റവും ഇതുള്ള സാറിൻ്റെ തന്നെ ഇതിലാണ് സാർ. അപ്പം ഞാൻ ഫോർമലി ഞാൻ സാറിനോട് താങ്ക് യു ഒന്നും പറഞ്ഞിട്ടില്ല ഈ ഒരു ഇതിൽ. സാർ താങ്ക് യു സോ മച്ച്.